നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ പ്രചോദകമായ ഒത്തിരി വിഷയങ്ങളുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഓരോന്നും ദാവീദ് തന്റെ ജീവിതത്തിന്റെ വെളിച്ചത്തിൽ എഴുതി വെക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. സ്തോത്രം. ആ സങ്കീർത്തനത്തിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നു, 56 സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ വായിക്കുന്ന വാക്യം ഇതാണ്: ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. ശ്രദ്ധിക്കണം, ഒരു ഭക്തനും അഭിഷിക്തനും, ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് പറഞ്ഞ പ്രവാചകനും കൂടെ ആണ് ആര്? ദാവീദ് ഒരു പ്രവാചകനും കൂടെയാണ്. അപ്പോൾ ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ഈ വചനങ്ങൾ ദാവീദ് ഇവിടെ കുറിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അവിടെ പറയുന്നത് എന്താണ്? സ്തോത്രം. മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ദൈവ പൈതല് അവന്റെ ജീവിതത്തിന്റെ പല അനുഭവത്തിലും ശത്രു അവനെ വിഴുങ്ങുന്ന അനുഭവം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. പലപ്പോഴും വിഴുങ്ങുവാൻ ശത്രു അടുത്ത വരുന്ന അനുഭവങ്ങൾ. സ്തോത്രം. ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുന്ന സിംഹത്തോട് മുമ്പിച്ചാണ് മനസ്സിലാക്കണം സാത്താനെ നമ്മൾ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോസ്തലന്മാർ വെളിപ്പെടുത്തുന്നത് സാത്താനെ കാണിക്കുന്നത് അലറി വിഴുങ്ങുവാൻ വരുന്ന സിംഹത്തോട് തുല്യപ്പെടുത്തിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നേരം നമ്മൾ ചിന്തിക്കണം, ഇവിടെ ദാവീദ് ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അവനെ വിഴുങ്ങുവാൻ വരികയാണ് മനുഷ്യർ. ഏത് വിധത്തിലാണ് അവനെ വിഴുങ്ങുവാൻ വരുന്നത്? അവിടെ ശ്രദ്ധിക്കണം. മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു, അവർ ഇടവിടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കണം, ഞെരുക്കം ആർക്കാ വരുന്നത്? ദൈവത്തിന്റെ കരത്തിൽ ഇരിക്കുന്ന ഒരു അഭിഷിക്തനാകട്ടെ, ഒരു ദൈവവൈദ്യനാകട്ടെ, അവന്റെ ജീവിതത്തിൽ ഞെരുക്കം വരുന്നതിനൊരു കാരണം അവൻ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ഒറ്റ കാരണമാണ് അവന്റെ ജീവിതത്തിൽ ഞെരുക്കത്തിന് കാരണം. തിമോത്തിയോസിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ ശക്തമായിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട്. തിമോത്തിയോസിന്റെ തിമോത്തിയോസിന് എഴുതിയ അതിന്റെ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധ ഉപദ്രവവും ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം. സ്തോത്രം. അവിടെ വായിക്കുന്നൊരു കാര്യമുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം. സ്തോത്രം. അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്ക്, ശ്രദ്ധിക്കണം, മനസ്സുള്ളവർക്ക്. നാം പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചത് നമുക്ക് മനസ്സുള്ളത് കൊണ്ടാ. വിശുദ്ധിയോടെ ജീവിക്കുവാൻ താല്പര്യപ്പെട്ട് നമുക്ക് മനസ്സുള്ളത് കൊണ്ടാ. മറ്റു പലതും ജീവിതത്തിൽ വേണ്ടെന്ന് പറയും നമുക്ക് മനസ്സുള്ളത് കൊണ്ടാണ്. അപ്പോൾ മനസ്സോടെ ഇരിക്കുന്നവന് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പോരാട്ടം. ഹല്ലേലൂയ. അവിടെ പറയുന്ന വാക്യം ശ്രദ്ധിച്ചോ? അവിടെ വായിക്കുന്നത്, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവവും ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ആ ഉപദ്രവം ഇല്ല. ജീവിതത്തിൽ ഭക്തിയുള്ള ജീവിതം നയിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാകുന്നില്ല, സുഖമായിട്ട് പോകാൻ സാധിക്കും. എന്നാൽ പൗലോസ് തിമോത്തിയോസിന് എഴുതി കൊടുക്കുമ്പോൾ ലേഖനത്തിൽ മനസ്സിലാക്കുന്നത്, അനേകർ സഭയ്ക്കകത്ത് കടന്നു വന്നാലും സ്തോത്രം, ആർക്കാണ് പോരാട്ടമുള്ളത്? ഭക്തിയോടെ ജീവിക്കുന്നവർക്കേ പോരാട്ടമുള്ളൂ. സഭയ്ക്കകത്തും ഭക്തിയോടെ ജീവിക്കുന്നവർക്കേ പോരാട്ടമുള്ളൂ. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്, നീ ഇനി പലരെയും കാണേണ്ടി വരും, പലരും നീ അറിയേണ്ടി വരും, എന്നാൽ ജീവിതത്തിൽ പോരാട്ടം അനുഭവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കിക്കണം, അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ അവർ ദൈവ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്ത് നിലനിൽക്കുന്നു. അതാണ് അവരുടെ ജീവിതത്തിൽ പോരാട്ടങ്ങൾ കടന്നു വരുന്നത്. കരങ്ങൾ നമുക്ക് പ്രതിയാട്ടെ. ഹല്ലേലൂയ. എന്നാൽ മനസ്സിലാക്കണം, ഇന്ന് പകൽവേളയിൽ നമ്മുടെ ജീവിതത്തിൽ പോരാട്ടങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മോടുകൂടെ അരുമനാഥനാകുന്ന കർത്താവ് പടകിൽ നമ്മോടുകൂടെ തന്നെയുണ്ട്. ആമേൻ. ആ പരിശുദ്ധ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ട. കർത്താവ് വലം കൈ പിടിച്ച് നമ്മളെ നടത്തുക തന്നെ ചെയ്യും. എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ വാക്യം വായിക്കണം. ഏതാണ് ഈ പോരാട്ടം? എങ്ങനെയാണ് ഈ പോരാട്ടം? പോരാട്ടം ഉണ്ടോ? ചിലർ, ഒത്തിരി ബഹുഭൂരിപക്ഷം വിശ്വാസികള് തിരിച്ചറിയുന്നത് പോരാട്ടമില്ല. സ്നാനപ്പെട്ട് ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കുറെ പേര് ഇരിക്കുന്ന പോരാട്ടമില്ല. നോക്കുമ്പോ ശരിയാ, ഒരു കുഴപ്പമില്ലാതെ പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലാക്കണം, ആർക്കാണ് പോരാട്ടം?
ഭക്തിയോടെ ജീവിക്കുവാൻ, പ്രാർത്ഥിക്കുന്നവനും ആരാധിക്കുന്നവനും ആത്മീക ദൂതുകൾ സ്വീകരിക്കുകയും വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവന് മാത്രമേ പോരാട്ടം ജീവിതത്തിലുള്ളൂ. അല്ലാത്തവർക്ക് പോരാട്ടമില്ല. ആർക്കാ പോരാട്ടമില്ലാത്ത? ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ടല്ലോ, ആളുകൾ ഇതിന്റെ അകത്ത് വെറും ജാതികളെ പോലെ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാ കാരണം? അവരുടെ ജീവിതത്തിൽ ഭക്തിക്ക് സ്ഥാനം കൊടുക്കുന്നില്ല. ഭക്തിക്ക് സ്ഥാനമില്ലാത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ പോരാട്ടവും ഇല്ല. അവര് സ്വന്തം നമ്മെ കാണുന്ന വിധം എന്നാന്നറിയും, ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ലല്ലോ, നിങ്ങൾക്ക് മാത്രമേ ഇത്ര പ്രശ്നം, നിങ്ങൾക്ക് മാത്രമേ ഇത്ര വലിയ പ്രയാസം, ഞങ്ങൾ ആരും നേരിടാത്ത പ്രയാസം നിങ്ങൾക്ക് മാത്രമേ. ഒറ്റ കാരണമുള്ളൂ, ഭക്തിയോടുകൂടെ നിന്നു. മനസ്സിലാക്കണം, ഭക്തിക്ക് വില കൊടുത്ത് മനസ്സോടുകൂടെ നിൽക്കുന്നവന്റെ ജീവിതത്തിൽ അടുത്ത പുറപ്പാടുകൾ സ്വർഗം നൽകും. എന്നാൽ ഒരു പോരാട്ടവും ഇല്ലാത്തവനെ നോക്കിയോളം അത് അവിടെ വെറുതെ ഇരിക്കുകയും ചെയ്യും. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ വായിച്ച വാക്യം വായിക്കുന്നത്, ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു. അതിന്റെ 3:11 അതിലെല്ലാറ്റിൽ നിന്നും. അപ്പൊ മനസ്സിലാക്കണം, നമുക്ക് വിടുതലുണ്ട്. കരങ്ങൾ മൗത്തപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. വിടുതൽ. ഭക്തിയോടുകൂടെ ജീവിക്കുവാൻ മനസ്സുണ്ടോ? നമുക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ. അവിടെ വായിക്കണം, എന്ത്? ഭക്തിയോടുകൂടെ. അവിടെ 11 വാക്യം, ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു. അടുത്തത്, അത് എല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. അടുത്തത് വായിച്ചാട്ടെ. മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവം ഉണ്ടാവും. അടുത്ത വാക്യം, ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട്. ഒന്നുകൂടെ വായിച്ച വാക്യം, ദുഷ്ടമനുഷ്യർ. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ദുഷ്ടമനുഷ്യർ എന്നൊരു കാറ്റഗറി ഉണ്ട്. ദുഷ്ടമനുഷ്യർ, ദുഷ്ടാത്മാവിനാൽ ജീവിതം ചലിക്കുന്നവർ ദുഷ്ടമനുഷ്യർ. അങ്ങനെയുള്ളവരുണ്ട്. അവരാർക്കാണ് ഉപദ്രവം ഉണ്ടാകുന്നത്? ദൈവമക്കൾക്കാണ് ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അവിടെ വായിക്കണം, ദുഷ്ടമനുഷ്യരും. അടുത്തത്, മായാവികളും വഞ്ചിച്ചും. കണ്ടോ അവിടെ പറയുന്ന ബട്ട് ഈവിൾ മെൻ ആൻഡ് ഇമ്പോസ്റ്റേഴ്സ്. ഈ മായാവികൾ എന്ന് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും അതെന്തോ സ്പിരിച്വൽ അല്ല, ആത്മജീവിയാണെന്ന് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. അതിന്റെ ട്രാൻസ്ലേഷൻ നമ്മൾ ഇമ്പോസ്റ്റേഴ്സ്, വ്യാജന്മാർ. അതായത് ദുഷ്ടമനുഷ്യരും വ്യാജന്മാരും. മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണെന്നറിയുമോ? ഈ ദുഷ്ടമനുഷ്യരും വ്യാജന്മാരെന്ന് ഇവിടെ വചനം പറയുന്ന മായാവികൾ. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ ദൈവമക്കൾക്ക് ക്ലേശം ഉളവാക്കുന്നത്, കഷ്ടം വരുത്തി വെക്കുന്നത്. ആമേൻ. അപ്പോൾ അവിടെ നമുക്ക് ആ ഭാഗം മറിക്കേണ്ട. അവിടെ വായിച്ചത് നമുക്ക് 56 സങ്കീർത്തനം ഒന്ന് വായിച്ചേ. അതിന്റെ 2-ാം വാക്യം. എന്റെ ശത്രുക്കൾ ഇടവിടാതെ. ഇവിടെ ശ്രദ്ധിക്കണം, ശത്രുക്കൾ ഇടവിടാതെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ദുഷ്ടമനുഷ്യരും മായാവികളെ കുറിച്ച് നമുക്ക് എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടില്ലെങ്കിലും ദാവീദിന്റെ സങ്കീർത്തനത്തിൽ നോക്കുമ്പോൾ ദാവീദ് അനുഭവിച്ച ക്ലേശം നോക്കിയാൽ മതി. എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദുഷ്ടമനുഷ്യരും വ്യാജത്തിൽ നടക്കുന്നവർ. വിശ്വാസികളല്ലാത്തവരാണ് വ്യാജത്തിൽ നിൽക്കുന്നത്. വ്യാജ സ്വഭാവത്തിൽ നടക്കുന്ന, ആത്മാവിൽ നിൽക്കുന്നവരാണ് വ്യാജ മനുഷ്യർ. ആ വ്യാജം എന്ന് പറഞ്ഞാൽ അവർ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കില്ല. അപ്പോൾ ഒച്ചിരി കൂടെ വ്യക്തമായിട്ട് പറഞ്ഞ ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യം, ദുഷ്ടമനുഷ്യരും മായാവികൾ എന്ന് പറയുമ്പോൾ സ്തോത്രം എന്തെല്ലാം ഉപദ്രവം സഹിച്ചു. അതിൻ്റെ അകത്ത് പറയും, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സ് ഉള്ളവർ. അല്ലെ, മനസ്സുള്ളവരാണ് ഭക്തന്മാർ. മനസ്സില്ലാത്തവരാണ് മായാവികൾ. മനസ്സില്ലാത്തവരാണ് വ്യാജന്മാര്. അവർക്ക് മനസ്സില്ല. അവർക്ക് ഇതിന്റെ ഇടയിലൂടെ ഇങ്ങനെ ഒഴുകി പോണമെന്നേ ഉള്ളൂ. മനസ്സ് ഒന്നിനും വെക്കില്ല. അങ്ങനെ ഞാൻ ഒത്തിരി പേര് വിശ്വാസി കിടന്നുണ്ട്. പെന്തക്കോസ്തിൽ ഒത്തിരി പേര് കിടന്നുണ്ട്. മനസ്സ് വെക്കില്ല, ഒന്നിലും മനസ്സ് വെക്കില്ല. അതിന്റെ ഇടയിൽ ഒഴുകി പോകും. മനസ്സ് വെക്കുന്നവർക്കേ പോരാട്ടമുള്ളൂ. എന്തിനാണെന്നറിയോ പോരാട്ടം വരുന്നത്? പിന്നെ പണിതെടുത്ത് ഉറപ്പിച്ച് ദൈവനാമ മഹത്വത്തിനായിട്ട് നിർത്തുന്നതിന് വേണ്ടിയാണ് ദൈവം പോരാട്ടങ്ങൾ അനുവദിക്കുന്നത്. പോരാട്ടം ഇല്ലാത്തവന് പല കാലം കർത്താവ് നോക്കും, പല വില വെട്ടിയെന്ന് പറയും. ആമേൻ.
ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ കഷ്ടമുണ്ടോ, പോരാട്ടമുണ്ടോ, ഞാൻ നശിക്കേണ്ടതിനല്ല. ദൈവത്തിന്റെ പദ്ധതി എന്നെ സ്തോത്രം ചെത്തി വെടിപ്പാക്കിയെടുത്ത് ദൈവത്തിന്റെ കരത്തിൽ ഉപയോഗിക്കേണ്ടതിനാണ് എന്റെ ജീവിതത്തിൽ പോരാട്ടം ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത്. പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ മനസ്സിലാക്കണം, ആരാണ് ഈ സ്തോത്രം ഈ ദുഷ്ട മനുഷ്യരും ഇമ്പോസ്റ്റേഴ്സ്, മായാവികൾ എന്ന് വിളിക്കുന്ന വ്യാജ മനുഷ്യര്. മനസ്സിലായി, വ്യാജന്മാരെ ഒരിക്കലും തീരുമാനമില്ല, ജീവിതത്തിൽ സമർപ്പണമില്ല, ക്രമീകരണമില്ല, സ്തോത്രം ഉപദേശത്തിൽ നിൽക്കത്തില്ല, പരിശുദ്ധാത്മാവിനെ അനുസരിക്കത്തില്ല. ഇങ്ങനെ നടക്കുന്നവരുടെ പേരാണ് ഇമ്പോസ്റ്റേഴ്സ്. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന മായാവികൾ. ആമേൻ. അവരെങ്ങനെയാണെന്ന് നമ്മൾ ദാവീദിന്റെ സങ്കീർത്തനത്തിൽ നോക്കുമ്പോൾ ദാവീദ് അനുഭവിച്ച കുറെ പ്രയാസമുണ്ട്. ദാവീദ് ദൈവനാമത്തിന് വേണ്ടി നിന്നു, അവന്റെ ഉപദേശത്തിന് വേണ്ടി നിന്നു. എന്നാൽ ആ സമയത്ത് സ്തോത്രം അനുഭവിച്ച മറ്റു പ്രശ്നങ്ങൾ നമ്മൾ നോക്കണം. ആമേൻ. വായിച്ചേ, സങ്കീർത്തനം വായിച്ചേ, 2 മുതൽ. എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. ഗർവത്തോടെ എന്നോട് പൊരുതുന്നവർ അനവരല്ലോ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെപ്പോഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദാവീദ് വ്യക്തമായിട്ട് എഴുതി കാണിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയോ? അവിടെ വായിക്കുന്നത് സ്തോത്രം, അപ്പോ ജഡങ്ങളായിട്ടാണ് ഒരു അഭിഷിക്തൻ കാണുന്നത്. ആരെ? കൃപയില്ലാത്തവനെ ജഡമായിട്ട് കാണാനുള്ള കൃപയാണ് യഥാർത്ഥത്തിൽ ഒരു അഭിഷിക്തനിൽ ഇരിക്കുന്നത്. ഒരു ഭക്തൻ തന്റെ കണ്ണുകൊണ്ട് കാണേണ്ടത് സ്തോത്രം ഈ കൃപയിലല്ല. ദൈവസന്നിധിയിൽ ക്രമീകരണമില്ലെങ്കിൽ അത് വെറും ജഡങ്ങളായിട്ട് തന്നെ കാണും. അവന്റെ രൂപമോ ആകൃതിയോ കഴിവോ വിദ്യാഭ്യാസമോ പണമോ ഒന്നും നോക്കണ്ട, അതൊക്കെ ചവറ്റു പൊട്ടയ്ക്കത് കിടക്കും. അവനെ വെറും ജഡമായിട്ട് കണ്ടാൽ മതി. അതാണ് കൃപ പ്രാപിച്ചവന്റെ ലക്ഷണം. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, അവർ വെറും ജഡങ്ങളല്ലേ, വെറും ജഡങ്ങൾ. ഏതാണ് ആ വാക്യം വായിക്കുന്നത്? സ്തോത്രം. നമുക്ക് അതിന്റെ 3 മുതൽ ഒന്നും കൂടെ വായിക്കാം, അല്ലെങ്കിൽ അതിന്റെ 2 മുതൽ. എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ വിഴുങ്ങുവാൻ. അപ്പൊ മനസ്സിലാക്കട്ടെ, ഇടവിടാതെ വിഴുങ്ങുവാൻ. അപ്പൊ അവരെപ്പോഴും വായ പിളർന്ന് വരുന്ന രംഗം ഒരു ഭക്തന്റെ ജീവിതത്തിലുണ്ടാവും. വിടത്തില്ല. ഈ ഇമ്പോസ്റ്റേഴ്സ്, വ്യാജ വിശ്വാസികൾ, വ്യാജ ശുശ്രൂഷകർ, അല്ലെ വ്യാജമായി ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുടെ അടയാളം എന്നാണെന്നറിയാവോ? അവർ കൃപയിൽ നിൽക്കുന്നതിന് പുറകെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് നിൽക്കും. എപ്പോഴും പുറകെ ഇങ്ങനെ നിൽക്കും. അവൻ പോകുന്നത്, ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, പറയുന്നത്, ഇടപെടുന്നത്, ഇവൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അതാണ് അതിന്റെ ഒന്നാമത്തെ തെളിവ്. ആമേൻ. അപ്പോൾ മനസ്സിലാക്കണം, ഭക്തിയോടെ ജീവിക്കുന്ന ഒരുവന് ഈ കഷ്ടങ്ങളൊക്കെ ഉണ്ടായാൽ കർത്താവ് ശക്തനാണ് അവനെ വിടുവിച്ചെടുക്കുവാനായിട്ട്. ആമേൻ. അവിടെ വായിക്കേണ്ട കാര്യം, അവിടെ വായിക്കുന്ന വാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാം. സ്തോത്രം. ഗർവത്തോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ. 3-ാം വാക്യം, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്ന് ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെപ്പോഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഒന്നും കൂടെ വായിച്ചോ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെപ്പോഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. ഇടവിടാതെ അവർ എന്റെ വാക്കുകളെ കോട്ടിക്കളയുന്നു. എന്റെ വിചാരങ്ങളൊക്കെയും എന്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു. അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു. എന്റെ പ്രാണനായി പതിയിരിക്കും പോലെ അവർ എന്റെ കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്തോത്രം. ഇടവിടാതെ അവർ എന്റെ വാക്കുകളെ കോട്ടിക്കളയുന്നു. അതൊരു ഭയങ്കര പ്രശ്നമാണ്, അല്ലേ? നമ്മൾ പറയുവാൻ പോകുന്ന കാര്യങ്ങളെ കോട്ടിക്കളയുക. അപ്പൊ ചിന്തിക്കുന്നു, അങ്ങനെ പുതിയ നിയമത്തിലുണ്ടോ? അല്ല, വേണ്ട. പുതിയ നിയമ ശുശ്രൂഷയ്ക്കിട്ട് നമ്മൾ പറയുന്ന കാര്യത്തെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ട്, ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി എടുത്തോ. അപ്പോസ്തല പ്രവൃത്തിക്ക് നമ്മൾ ഈ വാക്യം, ഇത് ആസ് ഇറ്റ് ഈസ്. സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിലാകട്ടെ, ഒരു ഭക്തന്റെ ജീവിതത്തിലാകട്ടെ, അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം എടുത്തേ. 13-ാം അധ്യായത്തില് സ്തോത്രം
അതിന്റെ 13:7 മുതൽ ഒന്ന് വായിച്ചേ, അല്ലെങ്കിൽ 6 മുതൽ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിന്റെ 6 മുതൽ. അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ യേശു എന്ന പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായൊരു വിദ്വാനെ കണ്ടു. ഇത് എഴുതുന്ന ലൂക്കോസിന് നല്ലപോലെ അറിയാം കള്ളപ്രവാചകന്മാരാരാ, അവർ ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ വ്യക്തമാകുകയാണ്. നമ്മൾ പഠിക്കണം ഇതെന്താണെന്ന്. അവിടെ പറയും, നമ്മൾ വായിച്ച സങ്കീർത്തനം കണ്ടു, അവൻ വാക്കുകളെ കോട്ടിക്കളയുന്നു. ഇതാരാണ് ഈ പണി ചെയ്യുന്നത്? അറിയേണ്ട വിഷയമാണ്. ആമേൻ. അവിടെ അടുത്ത വാക്യം വായിച്ചേ. ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയുടെ കൂടെ ആയിരുന്നു. അപ്പോൾ മനസ്സിലാക്കണം, ഈ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടെ എലിമാസ് എന്നങ്ങനെ അവരുടെ പേര് വിദ്വാനെ കണ്ടു. ആ വിദ്വാൻ അവൻ എന്ത് ചെയ്തു? വിദ്വാൻ ഇവിടെ പറയുമ്പോൾ സോർസറി, ആഭിചാരം, മന്ത്രവാദം ഉണ്ട്. അതായത് ഒരു വ്യക്തിയുടെ ഉപദേഷ്ടാവായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കണം. അപ്പൊ അവന്റെ സ്പിരിച്വലായിട്ട് അവന് വിരോധികളായിട്ടോ എതിരാളികളായിട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എല്ലാ വിധത്തിലും തളർത്താൻ ശക്തികൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഓർക്കണം ഈ വിദ്വാൻ എന്ന് പറയുന്ന വ്യക്തി. മനസ്സിലാ, വെറുതെ ഉള്ളൊരു വ്യക്തിയല്ല ഇത്. മനസ്സിലാവുന്നുണ്ടോ? വിദ്വാൻ എന്ന് പറയുന്ന സോർസറി, ആഭിചാരം, മന്ത്രവാദ ക്രിയകളെ ഉപയോഗിക്കുകയും അവൻ സേവിക്കുന്ന യജമാനനെ നല്ലപോലെ അവൻ എല്ലാവിധ അഭിവൃദ്ധിയും ഉയർച്ചയും കിട്ടുവാൻ അവന്റെ കയ്യിലെ ആഭിചാര ശക്തി കൊണ്ട് മറ്റുള്ള നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുകയാണ്. ഇതുപോലെ ഒരുത്തിയാണ് അപ്പുറത്തെ വേറൊരു വെളിച്ചപ്പാടത്തി ഉണ്ടായിരുന്നു, അല്ലേ? യജമാനന്മാർക്ക് വളരെ സമ്പത്ത് ലാഭം ഉണ്ടാക്കാൻ നടന്ന ഒരുവളുണ്ട്. പൗലോസ് ഇരിഞ്ഞ് അവളിലെ ഭൂതത്തെ ശാസിച്ചപ്പോൾ അവളുടെ കഴിവ് നഷ്ടപ്പെട്ടു പോയി. ശ്രദ്ധിക്കണം, അവൾക്ക് ഈ ധനം വരുന്ന വഴി ഏതാണെന്ന് ഗണിക്കാനും വിവേചിക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി. ആര് ശാസിച്ചപ്പോൾ? അഭിഷേകം പ്രാപിച്ച പൗലോസ്, ദൈവത്തിന്റെ അപ്പോസ്തലനാകുന്ന പൗലോസ് കൃപയോടുകൂടെ അവളിലിരിക്കുന്ന ദുരാത്മാവിനെ ശാസിച്ചപ്പോൾ അവളുടെ ആ കഴിവ് നഷ്ടപ്പെട്ടു പോയി. മനസ്സിലാക്കണം, നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്ന അധികാരം എന്നാണ്. നാം ആത്മശക്തിയോടുകൂടെ ഹല്ലേലൂയ ദുഷ്ട പോരുകളെ ഉറ്റുനോക്കി ശാസിക്കാൻ ആ ശക്തി അവനിൽ നിന്ന് വിട്ടുപോകും. അത്രേ ഉള്ളൂ. മനസ്സിലാക്കണം, ഇത്രേ ഉള്ളൂ. ഇത് ചിലർ അവരുടെ ശരീരത്തിൽ ഇതുപോലുള്ള ദുരാത്മാക്കളെ കുടിയിരുത്തി ആ ശക്തിയാൽ തന്നെ മറ്റു പല ലാഭങ്ങളാകട്ടെ ഉയർച്ചകളാകട്ടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് കീഴ്പ്പെടുന്നതാണ്. കാര്യം ദൈവത്തിന്റെ വചനം വ്യക്തമാക്കി പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിച്ചപ്പോൾ അവളിലെ ഭൂതാത്മാവ് വിട്ടുപോയി. പിന്നെ അവളിൽ ആ കഴിവില്ലാത്തത് കൊണ്ട് ലാഭം അങ്ങനെ വരുത്തുന്നെന്ന് പറയാൻ പറ്റും. അപ്പൊ മനസ്സിലാക്കണം, ഈ ലോകത്തെ നമ്മളൊന്ന് ശരിക്കും മനസ്സിലാക്കണം. ആഭിചാര ക്രിയ കൊണ്ട് ലാഭങ്ങൾ വരുത്താൻ പറ്റുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വൈശാചിക മണ്ഡലത്തെ തെറ്റായിട്ട് മനസ്സിലാക്കരുത്. ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? പറ്റും. ദൈവം പറയുന്നുണ്ടല്ലോ, പറ്റും. പക്ഷേ അത് ദൈവനാമത്തിന് ഇടർച്ച വന്നാൽ അവിടെ തീരും പരിപാടി. ഇവിടെ മനസ്സിലാക്കണം, വേറെ നമ്മൾ വായിച്ച 13-ാം അധ്യായം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് തിരിച്ചറിയേണ്ട കാര്യമാണ്. ഈ ഒരു അഭിഷിക്തനാകട്ടെ, ദൈവ കൃപയിലിരിക്കുന്നവനാകട്ടെ, അവന്റെ വാക്കുകളെയും പ്രവർത്തികളെയും കോട്ടിക്കളയുന്ന ശക്തി ഏതാണെന്നാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്. നമ്മൾ വായിച്ച 13-ാം അധ്യായത്തിന്റെ അകത്ത് ഈ എലിമാസ് എന്നുള്ള വിദ്വാൻ, സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതി, ഗവർണർ, അല്ലെ, അവരോട് കൂടെ ആയിരുന്നു ആര്? ഈ മന്ത്രവാദിയായിരുന്നവൻ. ഇവൻ വിദ്വാനായിരുന്നു. ഇവൻ ഇവരുടെ കൂടെ ജീവിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 7-ാം വാക്യം എന്ന് വായിച്ച ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. വായിച്ചോ. അവൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഈ തീരുമാനം ആ വ്യക്തിയുടെ വ്യക്തിപരമായ ആഗ്രഹമാണ്. സുവിശേഷം എല്ലായിടത്തും കേൾക്കുന്നുണ്ട്. ഇതെന്താണ് ഈ സുവിശേഷം? ഇവര് പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ ആ പൗലോസും അതുപോലെ ബർന്നബാസി രണ്ടുപേരും പ്രസിദ്ധരാണ്, ദൈവനാമ നിമിത്തം പ്രസിദ്ധരാണ്. അപ്പൊ അവരുടെ പ്രസംഗം കേൾക്കണം, അവരുടെ ഉപദേശം കേൾക്കണം എന്ന് വിചാരിച്ച് ഇവരെ വിളിച്ചു വരുത്തുകയാണ്, പൗലോസിനെയും ബർന്നബാസിനെയും. അടുത്തത് വായിച്ചേ. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയുടെ കൂടെ ആയിരുന്നു. വരുത്തി ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു. അടുത്തത്, എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ ഇതാകുന്നു, അവന്റെ പേരിന്റെ അർത്ഥം അവരോട് എതിർത്ത് നിന്നു. ദേശാധിപതിയുടെ വിശ്വാസം
തടുത്തു കളയുവാൻ ശ്രമിച്ചു. എന്താണ് അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു കാര്യമാണ്. സ്തോത്രം. ഇവിടെ എലിമാസ് എന്ന വിദ്വാൻ അവൻ ശ്രദ്ധിച്ചപ്പോൾ അവന്റെ യജമാനൻ സുവിശേഷം കേൾക്കാൻ പോകുന്നു. സ്തോത്രം. പൗലോസും ബർണബാസും കടന്നു വന്ന് സ്തോത്രം ഈ ദേശാധിപതിയാകുന്ന സെർഗിയോസ് പൗലോസ് എന്ന വ്യക്തിയോട് സുവിശേഷം പറയാൻ പോവുകയാണ്. അപ്പോൾ സുവിശേഷം കേൾക്കാൻ പോകുന്നു എന്ന് കേട്ട ഉടനെ എലിമാസുള്ള വിദ്വാൻ മനസ്സിലായി, ഇനി ഇവന്റെ നിയന്ത്രണത്തിൽ യജമാനൻ നിൽക്കുകയില്ല. ഇവന്റെ പരിപാടിയിൽ, ഇവന്റെ ഈ ചെറിയ ട്രപ്പീസ് വിദ്യക്കകത്ത് ആര് നിൽക്കില്ല. അതെന്തുകൊണ്ടായിരിക്കും? അവരുടെ കണ്ണും ചെവിയും വായും എല്ലാം അടക്കി ബന്ധിച്ച് സംസാരിക്കുവാൻ കഴിയാത്ത രീതിയിൽ, കാണുവാൻ കഴിയാത്ത രീതിയിൽ, കേൾക്കുവാൻ കഴിയാത്ത രീതിയിൽ, പ്രവർത്തിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഇവൻ ബന്ധിച്ച് അവന്റെ ഇച്ഛകളും ആഗ്രഹങ്ങളും ഇവനിൽ നിവർത്തിക്കുവാനായിട്ട് ഒരുമാതിരി അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനം നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ആഭിചാരം കൊണ്ട് ചെയ്യാൻ പറ്റും, മന്ത്രവാദം കൊണ്ട് ചെയ്യാൻ പറ്റും, ഈ വക എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ യേശുക്രിസ്തുവിന്റെ നാമത്തിന് മുമ്പിൽ ഈ ശക്തികളെല്ലാം കീഴടങ്ങും. നാം ആ നാമത്തിലാണ് വിശ്വസിക്കുന്നത്. ആ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശരണപ്പെടുന്നവർ ഇന്ന് പറഞ്ഞാൽ തിരിച്ചറിയണം, ഒരു ശക്തിയും കർത്താവിന്റെ നാമത്തിനെതിരെ നിന്നാൽ ജയിക്കുകയില്ല. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അടുത്ത് വായിച്ചേ, അടുത്ത വാക്യം. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗലും, അവിടെ 8ാം വാക്യം ഒന്നും കൂടെ വാക്കി. എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ ഇതാവുന്നു, അവന്റെ പേരിന്റെ അർത്ഥം എന്നോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. ശ്രദ്ധിക്കണം, നമുക്ക് പൈശാചിക ശക്തി, ഞാൻ പറയട്ടെ, ദുഷ്ട മനുഷ്യരും മായാവികളും എന്ന് പറഞ്ഞ ആരാ അത് തിരിച്ചറിയണം. ആരാണ്? ഇന്ന് പെന്തക്കോസിന്റെ അകത്ത് ബഹുഭൂരിപക്ഷം ആവിചാരങ്ങളും മന്ത്രവാദങ്ങളും അതിന്റെ ശക്തികളും ഏൽക്കില്ലെന്ന് വിശ്വസിച്ച് ഉറച്ച് PhD എടുത്ത കുറെ മണ്ടന്മാരായിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന് അങ്ങനെയല്ല പറയുന്നത്. ഇത് ഏൽക്കും, ഇത് സ്വതന്ത്രം കീഴ്പ്പെടുത്തും, പോരാടും. എന്നാൽ അതിന് മീതെ അഭിഷേകം പ്രാപിച്ച ദൈവം ഇതിനെ ജയമുള്ളൂ. ഒന്നുമില്ലാതെ ചുമ്മാ പെന്തക്കോസ് വന്നെന്ന് പറഞ്ഞാൽ ഇതൊന്നും ജയിക്കത്തില്ല. അഭിഷേകവും ശക്തിയും ഉള്ളവർ മാത്രമേ ഇതിനെ ജയിക്കത്തുള്ളൂ. അതുകൊണ്ട് അഭിഷേകം ഇല്ലെങ്കിൽ ഒരിക്കലും ജയിക്കാൻ സാധിക്കത്തില്ല. ശ്രദ്ധിച്ചേക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ പോരുകൾ ഏൽക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവില്ല, ദൈവാത്മാവ് നടത്തപ്പെടുന്നില്ല. മനസ്സിലാക്കണം. ഇമ്പോസ്റ്റേഴ്സ്, മായാവികൾ എന്ന് വിളിക്കുന്ന വ്യാജന്മാര്, ഇങ്ങനെയുള്ളവരാലാണ് ഭക്തിയോടെ ജീവിക്കുന്നവൻ എന്തുള്ളൂ? പോരാട്ടമുള്ളൂ. ശ്രദ്ധിക്കണം. അടുത്ത വാക്യം വായിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം. അവിടെ വായിക്കുന്നത്, അവരോട് എതിർത്തുന്നത് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിച്ചു. അല്ലേ? അടുത്ത വാക്യം വായിച്ച 9ാം വാക്യം. അപ്പോൾ പൗലോസ് പരിശുദ്ധാത്മ പൂർണ്ണനായി. അവിടെ നിന്ന് ഒരു കാര്യം പറയട്ടെ. ഇത് ഇവിടെ ലൂക്കോസ് ഇത് എഴുതുമ്പോൾ മനസ്സിലാവേണ്ട ഒരു കാര്യം, ഇത് ആത്മാവിൽ നടക്കുന്ന ഒരു ശുശ്രൂഷയാണ്. എതിരായി, ദൈവനാമത്തിനെതിരായിട്ട് മാത്രമല്ല, ദൈവപദ്ധതിയെ തകർക്കുവാൻ ദുരാത്മാവിനാൽ എഴുന്നേൽക്കുന്നവൻ അവിടെ അവന്റെ ആയുധം എടുക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ച് ദൈവം ഇതിൽ ആത്മപൂർണനാകുന്ന അനുഭവമുണ്ട്. അഭിഷേകത്തിൽ നിറയുന്ന അനുഭവമുണ്ട്. ഈ ആത്മാവിൽ നിറഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കണം, ഞാൻ പോരാടുവാൻ തുടങ്ങിയേക്കുവാന്ന്. ആത്മപൂർണനാകുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മനസ്സിലാക്കിക്കണം. ആ നിമിഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനെതിരെയോ വിശ്വാസത്തിനെതിരെയോ നിന്റെ നന്മയ്ക്ക് നേരെയോ ശത്രുവായവൻ അവന്റെ ആയുധം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നെ ഒരുക്കിയെടുക്കുന്നത് പോരുകൾക്ക് നേരെ നിൽക്കുവാനായിട്ട്. കാര്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ തിരിച്ചറിയണം. പൗലോസ് വേഗം ആത്മപൂർണനായി തീർന്നു. അവന്റെ അറിവ് എഴുന്നേറ്റു എന്നല്ല പറഞ്ഞത്, പിന്നെന്താ? ആത്മപൂർണനായിട്ട് തീർന്നാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ചേ. സകല കപടവും ബ്രദറെ നല്ല വിളിച്ചേ. ആണോ? സഹോദര എന്നാണോ വിളിച്ചേ? അവിടെയാണ് ഈ അഭിഷേകമില്ലാത്ത കുറെ എണ്ണം പറയും, അവൻ ശത്രുവാണ്, അവന് സഹോദരാന്ന് വിളിക്കുന്നത്. നീ വിളിക്കാൻ ചെല്ല്, നിന്റെ പണി തീരും. ഹല്ലേലൂയ. പലപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ ദൈവവചനം അനുവദിക്കുന്ന
വഴികളും വിധങ്ങളും അതിന്റെ അധികാരങ്ങളും ഉപയോഗിക്കാൻ പഠിക്കണം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പോകുന്ന ആ ഒരു ഭാഗം വേഗം കയറി വരുന്നു കേട്ടോ. സോ ലൂക്കോസ് എഴുതിയ സുവിശേഷം വേറെ, അപ്പോസ്തല പ്രവൃത്തി വേറെ ഭാഗങ്ങൾ എടുക്കാനുണ്ട്. എങ്കിലും ലൂക്കോസ് എഴുതിയ സുവിശേഷം നമുക്കൊരു ഭാഗം നോക്കിയിട്ട് നമുക്ക് വേഗം നമുക്ക് മടങ്ങി വരാം. സങ്കീർത്തനത്തിൽ എടുത്തെടുത്ത ഭാഗങ്ങൾ അവരവർ തന്നെ പിന്നെ എടുത്ത് വായിക്കണേ. സോ ലൂക്കോസിന്റെ സുവിശേഷത്തില് 70 പേരെ അയക്കുന്നുണ്ട് അല്ലേ? 70 പേരെ അയക്കുമ്പോൾ അവരോട് പറഞ്ഞ ഒരു കാര്യം അത് വളരെ ശക്തമായിട്ട് ഇവിടെ കയറി വരുന്നുണ്ട്. ഓ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആ ഭാഗം കിട്ടിയവർ ഒന്ന് വായിച്ചേ. സ്തോത്രം. 70 പേരെ കർത്താവ് അയക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം അതിന്റെ 10-ാം അധ്യായമാണ്. 10-ാം അധ്യായം. സ്തോത്രം. അതിന്റെ 10-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിച്ചോ. എന്നാൽ ചില കാര്യങ്ങൾ അറിയാലോ. വായിച്ചേ, കിട്ടിയവർ വായിച്ചോ. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുക. നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്തോത്രം പരിശുദ്ധാത്മ പൂർണ്ണനായി തീർന്നു. എന്നിട്ട് അടുത്തത് അവന്റെ നിനക്ക് സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെന്ന് പറയാൻ തുടങ്ങിയതിന്റെ കാരണമാണ് നമ്മൾ ഇനി അന്വേഷിച്ചു വരുന്നത്. സ്തോത്രം. നിയമിച്ചു. അടുത്തത് ഇവിടെ ശ്രദ്ധിക്കട്ടെ, 70 പേരെ സുവിശേഷം അറിയിക്കേണ്ടതിന്. സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം വെളിപ്പെടുവാൻ പോകുന്നു, മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞ് അയക്കുകയും അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യേണ്ടതിന് അധികാരം ലഭിച്ച് 70 പേരാണ് ഈ പോകുന്നത്. അടുത്ത് വായിച്ചേ. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും ഈരണ്ടായിട്ട് അയച്ചു. അവരോട് പറഞ്ഞത് വേലക്കാരോ ചുരുക്കം. അപേക്ഷിക്കുവിൻ. അടുത്തത് ഇവിടെ ശ്രദ്ധിക്കണം, എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? പോകുവിൻ. ചെന്നായ്ക്കള്. ഞാൻ പറയട്ടെ, കർത്താവിന്റെ കണ്ണിൽ ചെന്നായ്ക്കളാണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തിയ അത് നമ്മുടെ കണ്ണിലും ചെന്നായ്ക്കളായിട്ട് തന്നെ ഇരിക്കാവുള്ളൂ. മനസ്സിലായോ? ഇത് പരിശുദ്ധാത്മാവ് ഈ വഴി കൂടെ എല്ലാം കൊണ്ടുപോകുന്നത് ഞാൻ വ്യത്യസ്തമാണ്. നമ്മൾ ഈ കേൾക്കണം, നമ്മളുടെ സഭയോട് നമ്മളോടുള്ള ദൂതാണ് ദൈവത്തിന്റെ ആത്മ അറിയിക്കുന്നത്. സോ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ. ഇനി അടുത്ത വാക്യമാണ് വിഷയം. ചെരുപ്പും എടുക്കരുത്. ഓക്കെ, അടുത്തത്. അതെന്തിനാ അങ്ങനെ പറഞ്ഞേക്കുന്നേ? നമ്മളൊന്ന് ഗ്രീറ്റ് ചെയ്യണം ബ്രദറെ. നമ്മൾ അവരെ ഒന്ന് ഉൾക്കൊള്ളണം. ഇന്നത് പെന്തക്കോസിന്റെ അകത്ത് വല്ലാതെ കയറിയിട്ടുണ്ട്. ലോക മനുഷ്യനിൽ പാപം കുടികൊള്ളുന്നുണ്ട്. അവനിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തി അവനെ പാപം ചെയ്യിപ്പിക്കുകയും മറ്റുള്ളവരെ വഞ്ചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് ഓർക്കണം ഞാനും നിങ്ങളും ഇറങ്ങി ചെല്ലുന്നത്. ഈ ലോകത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. വന്നോ? അനേകർ തിരിച്ചറിയാതെ പോകുന്നത് ഈ ലോകത്തെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിന്റെ അകത്ത് തെറ്റ് തന്നെയാണ്. വല്ലാതെ അങ്ങോട്ട് ഇന്റിമേറ്റ് ആകണ്ട അതിനോട്, അത്ര കണ്ടങ്ങോട്ട് അതിനോട് വിധേയപ്പെട്ടു പോകരുത്. യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? വഴിയിൽ നീ സഞ്ചി എടുക്കരുത്, ചെരുപ്പ് എടുക്കരുത്, പൊക്കളവും ചെരുപ്പ് എടുക്കരുത്. അടുത്ത വിഷയം, വഴിയിൽ ആരെയും വന്ദനം. എന്താ കാര്യം? നീ വഴിയിൽ കാണുന്നവനല്ല വലുത്, നിന്നെ അയച്ചവനാണ് വലുത്. മനസ്സിലാകുന്നുണ്ടോ? നാം അയക്കപ്പെട്ടവരാണെങ്കിൽ വഴിയിൽ കാണുന്ന പലതിന്റെയും മീതെ അയച്ചവന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് സ്തോത്രം. ഇവിടെ പൗലോസ് എലിമാസ് എന്ന വിദ്വാനോട് ഇടപെട്ട വിധം നമ്മൾ മറന്നു പോകരുത്. കാര്യം വചനം പറയുന്നു, ചെന്നായ്ക്കളുടെ നടുവിലാണ് ചെല്ലുന്നത്. ചെന്നായ്ക്കളെ കുഞ്ഞാടുകളെല്ലാം കൂടെ വന്ദിക്കാനും ബഹുമാനിക്കാനും തുടങ്ങിയ എവിടെ ചെന്ന് അവസാനിക്കും? എല്ലാ ആടുകളും ചെന്ന് ചെന്നായുടെ മുമ്പിൽ ചെന്ന് തല നീട്ടിയാൽ എന്ത് സംഭവിക്കും? പറയുക, എന്ത് സംഭവിക്കും? ആളുകൾ തല കാണില്ലെന്നുള്ള നാട്ടുഭാഷയെ പറയാൻ പറ്റുള്ളൂ. മനസ്സിലാക്കണം, ചെന്നായ തന്നെയാണ്. പാപത്തിന്റെ ബന്ധനത്തിൽ ഇരിക്കുന്നവൻ ചെന്നായ തന്നെയാണ്. ഒരു മാറ്റമില്ല. മനസ്സിലാക്കണം, അനേകർ തെറ്റിദ്ധരിച്ച് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. മനസ്സിലാക്കണമേ, ലോകത്തെ സ്നേഹിക്കരുത്. ഈ ലോകത്തിലാണ് ചെന്നായ്ക്കൾ വസിക്കുന്നത്. ഏതാ? ദൈവനാമത്തിന് എതിരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പൗലോസ്, ഇനി മടങ്ങി വരാം, പൗലോസ് അവിടെ എലിമാസ് എന്ന വിദ്വാനോട് പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത്? അവിടെ പറഞ്ഞ വാക്യം എന്താണ്? സകല കപടവും
സകല ധൂർത്തും നിറഞ്ഞവനെ. അങ്ങനെയൊക്കെ പറയാവോ? അങ്ങനെ പറയാവോ? അങ്ങനെ പറയാവോ? ഹല്ലേലൂയ. അവിടെ പറയുന്ന ഭാഗം എന്നാണ്? സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചെന്നായ്ക്കളെ അങ്ങനെ തന്നെ ചെയ്യണം. കാര്യം ഇവര് ചെയ്ത കാര്യം എന്നാണെന്ന് അറിയാവോ? അവിടെ ചെയ്ത വിഷയമാണ് പ്രശ്നം. അവിടെ വായിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തോത്രം. എന്നാൽ എലിമാസ് വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളഞ്ഞു. ഇത് തന്നെയല്ലേ നമ്മൾ വായിച്ച സ്തോത്രം 56 സങ്കീർത്തനത്തിൽ കാണുന്ന വാക്യവും ഇത് തന്നെയല്ലേ? അവന്റെ വാക്കുകളെ കോട്ടിക്കളയുന്ന ഒരു ശക്തി. സ്തോത്രം. ദാവീദിന്റെ വാക്കുകളെ കോട്ടിക്കളയുന്ന ഒരു ശക്തി. ആ ശക്തിക്ക് എതിരായിട്ടാണ് ഒരു അഭിഷിക്തന്റെയും ഒരു ദൈവഭക്തന്റെ നിലപാട് നിലനിൽക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ട്? അവിടെ വാക്യം 56 അധ്യായത്തിന്റെ നമ്മൾ 56 സങ്കീർത്തനത്തിന്റെ അകത്ത് സ്തോത്രം അവിടെ വായിക്കുന്നത്, ഇടവിടാതെ അവർ എന്റെ വാക്കുകളെ. അപ്പോ ആ കോട്ടിക്കളയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് മനസ്സിലായോ? ആഭിചാരമാണ്. ഹല്ലേലൂയ. പലപ്പോഴും പലരുടെ മുമ്പിൽ ചെന്ന് പെട്ട് പോകുന്നതിന് കാരണം എന്നാണെന്നറിയാവോ? ശത്രുവിനെ തിരിച്ചറിയുന്നില്ല, ശത്രുവിനെ വേണ്ടും വണ്ണം തിരിച്ചറിയുന്നില്ല. അനേകരുടെയും ജീവിതത്തിലെ പരാജയം ശത്രുവിനെ വേണ്ടവണ്ണം തിരിച്ചറിയാതെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. കൊടിയ ചെന്നായ്ക്കൾ ഇന്നും കൊടിയ ചെന്നായ്ക്കൾ. 2000 വർഷം കഴിഞ്ഞാലും കൊടിയ ചെന്നായി തന്നെ. ആമേൻ. അപ്പോൾ മനസ്സിലാക്കണം, അവിടെ സ്വന്തം എലിമാസിന്റെ വിദ്വാൻ ദേശാധിപതിയുടെ വിശ്വാസത്തെ തടുത്തു, അല്ലെ? അപ്പൊ അത് ആഭിചാരത്തിന് അങ്ങനെ സാധിക്കും. എന്നാൽ അടുത്ത വേറൊരു വാക്യം ശ്രദ്ധിക്കണേ. നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തിക്ക് നമ്മൾ നോക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ സ്തേഫാനോസിന്റെ മരണത്തിന് ശേഷം ഫിലിപ്പോസ് ശമരിയിൽ സുവിശേഷം അറിയിച്ചു, അല്ലേ? അതിന്റെ 8-ാം അധ്യായം, ആ ഭാഗം ഒന്ന് വായിച്ചേ. 8-ാം അധ്യായത്തിന്റെ അകത്ത് അതിന്റെ 5 മുതൽ വായിച്ചു. 8-ന്റെ 5 അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 5-ാം വാക്യം മുതൽ. ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേക പക്ഷപാതക്കാരും സൗഖ്യം പ്രാപിച്ചു. സന്തോഷമുണ്ടായി. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ശമരിയ പട്ടണത്തിൽ സന്തോഷമുണ്ടായി. ആമേൻ. അപ്പൊ അതുവരെ എന്തായിരുന്നു? അടുത്ത വാക്യം വായിച്ചേ. എന്നാൽ ശീമോൻ എന്നു പേരുള്ളൊരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു, പേടിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ശമരിയന് മുഴുവനും ഇങ്ങേരുടെ കാര്യം പറയുമ്പോ പേടിയാണ്. ശമരിയ പട്ടണം മുഴുവനും ഈ പറയുന്ന ആളുടെ പേരെന്താണ്? ശീമോൻ എന്ന, അല്ലെ? ശീമോൻ എന്ന പേരുള്ള പുരുഷൻ. അപ്പോൾ ഈ ശീമോനെ കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയോ? അയ്യോ, അപ്പൊ ഭയങ്കര ശക്തി ആ വ്യക്തിയുണ്ട്, ആ വ്യക്തിക്ക് എതിരെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ കുടുംബത്തിൽ എന്തൊക്കെ അനർത്ഥം വരുമെന്ന് അറിയാവോ? ഇന്നാൾ ഇന്ന വ്യക്തി ആ വ്യക്തിക്കിട്ട് എതിർത്ത് നിന്നിട്ട് ആ വ്യക്തി തട്ടിപ്പോയിന്നാ കേൾക്കുന്നേ. ആമേ. അത് ശരിയല്ലെന്നല്ല, പക്ഷേ നാം സേവിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമം അതിന് മീതെയാണ്. അതുകൊണ്ടാണ് നാം വഴിയിൽ ചെല്ലുമ്പോൾ ആരെയും വന്ദനം ചെയ്യരുത്. മനസ്സിലാവുന്നു? പലപ്പോഴും തിരിച്ചറിയണം നാം ചെല്ലുന്ന ഗ്രൗണ്ട് എന്താന്ന് മനസ്സിലാക്കണം ആദ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട, അവിടെ ശമരിയിൽ വലിയ സന്തോഷം ഉണ്ടായി. ആ വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. നമ്മൾ വേഗം വാ. അതിന്റെ 8-ാം വാക്യം. അങ്ങനെ ആ പട്ടണത്തിൽ 8-ന്റെ 8. അങ്ങനെ ആ പട്ടണത്തിൽ മമ്മി തന്നെ വായിക്കും. നിർത്ത്, മമ്മി തന്നെ വായിക്കാം. ഹല്ലേലൂയ. 8-ന്റെ 8. അങ്ങനെ ആ പട്ടണത്തിൽ
വളരെ സന്തോഷമുണ്ടായി. ഉണ്ടായി. ആ, എന്നാൽ ശിമോൻ എന്ന് പേരുള്ള ശീമോൻ എന്ന് പേരുള്ള ഒരു പുരുഷൻ പട്ടണത്തിൽ ആ. ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ആ ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു, പേടിപ്പിച്ചു. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ ദേശത്ത് സമാധാനം എങ്ങനെയാ വന്നേ? സുവിശേഷം എന്നപ്പോഴാ വന്നേ. അവർ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവർ ബലപ്പെട്ടപ്പോഴാണ് ആഭിചാരത്തെ കുറിച്ചുള്ള പേടി ഉള്ളിൽ നിന്ന് പോയത്. ആഭിചാരത്തെ കുറിച്ചുള്ള ചിന്ത ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ, ദൈവ സന്തോഷം, ആത്മസന്തോഷ ഹൃദയത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് കീഴ്പ്പെടണം. എങ്കിൽ മാത്രമേ ആഭിചാരത്തെ കുറിച്ചുള്ള പേടി പോവുകയുള്ളൂ. ചില ദേശങ്ങളിൽ ഇങ്ങനെയുള്ള ചില വ്യക്തികൾ അടക്കി വാണ് അനേകരുടെ മീതെ സ്വാധീനം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോട് സ്വതന്ത്രം. അതിന്റെ പിന്നിൽ അത് സത്യമാണോ? സത്യമാണ്. കാര്യം ശബരിയര് ഭയപ്പെട്ട് കിടക്കുകയല്ലേ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവപ്രവൃത്തി ശ്രദ്ധിക്കണം. എന്താണ് അവിടെ നടക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. തുടർന്ന് വായിച്ചു തന്നെ. ആ ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ആ എന്നാൽ അവിടെ അത് നിർത്തിക്കുക. അതിന്റെ 14-ാം വാക്യം മുതൽ വായിക്കാം. 8-14. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ആ ശമര്യർ ദൈവവചനം ആ. കൈക്കൊണ്ടു എന്ന് കേട്ടു. പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. ശ്രദ്ധിക്കണം, അപ്പോസ്തലന്മാരായിരിക്കുന്ന പത്രോസും യോഹന്നാനും കൂടെ ശമര്യയിലേക്ക് വരികയാണ്. ആ അപ്പോൾ മനസ്സിലാക്കണം, ആദ്യം കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് അവരുടെ മേൽ പരിശുദ്ധാത്മ അഭിഷേകത്തിനായിട്ട് കൈവെപ്പ് ലഭിക്കുന്നുള്ളൂ. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച് കൈവെക്കുമ്പോൾ അവരിലേക്ക് പരിശുദ്ധാത്മ വരുമെന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചു, ഒന്നും കൂടെ വായിച്ചു നോക്കിയത്. അവിടെ എന്താ വായിക്കുന്നത്? അനന്തരം സ്തോത്രം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ടു. ആ പത്രോസിനെയും യോഹന്നാനെയും ആ. അവരുടെ അടുക്കൽ അയച്ചു. ആ. അവർ ചെന്ന് ആ. അവർക്ക് ആ പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് ആ അവർക്കായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു. ആ അന്നുവരെ അവരിൽ ആരുടെ മേലും ആ. ആത്മാവ് വന്നിരുന്നില്ല. ആ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേയുള്ളൂ. അപ്പൊ സ്നാനമേറ്റവർ അവർ അഭിഷേകം പ്രാപിക്കണം. സ്നാനമേറ്റ അഭിഷേകമില്ല, വീണ്ടും ഭയപ്പെടും. ശ്രദ്ധിക്കണം, സ്നാനപ്പെട്ടവരാണെങ്കിൽ അടുത്തത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കേണ്ടത്. ഇന്ന് സഭകളുടെ അകത്ത് സ്നാനപ്പെട്ടിട്ട് കയറുന്നവൻ വീണ്ടും പാപത്തെ ജയിക്കുന്നത് എങ്ങനെയാന്നുള്ള ടീച്ചിങ് ഉണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ല. ഹല്ലേലൂയ. ശക്തി വേണം. ഒന്ന് സ്വതന്ത്രം, ആ ശക്തി ഉണ്ടെങ്കിൽ ഇതിനെ ജയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അപ്പോസ്തലന്മാർ വന്ന് എന്ത് ചെയ്യണം? അവിടെ വായിക്കുന്ന വാക്യം എന്താണ്? അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരുടെ ആരുടെ മേൽ ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. അടുത്ത വാക്ക് ശ്രദ്ധിച്ച്. ഇവിടെ ശ്രദ്ധിക്കണം, കൈ വെച്ചാലാണോ അഭിഷേകം കിട്ടുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇവിടെ അപ്പോസ്തലന്മാർ അവിടെ ഈ കൈ 5 പേരുള്ള കൈ വെച്ചപ്പോ തന്നെയാണ് അവിടെ കിട്ടിയത്. അടുത്ത് വായിച്ചേ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. ചില ചോദിക്കും കൈവെക്കാതെ ലഭിക്കോ? കിട്ടുമായിരിക്കും. കൈവെച്ച് ലഭിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. കാര്യം മനസ്സിലാക്കണം, ദൈവവചന അനുശാസിക്കുന്ന വിധം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ കൈവപ്പോടുകൂടെ ലഭിക്കേണ്ടതിനാണ് ദൈവം സ്വന്തം അവിടെ ശുശ്രൂഷകരെ 5 വിധ ശുശ്രൂഷകരെ ആക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് ബഹുഭൂരിപക്ഷം മനുഷ്യരും വിശ്വസിക്കുന്ന അപ്പോസ്തലന്മാർ 1-ാം നൂറ്റാണ്ട് കൊണ്ട് തീർന്നു. ഇപ്പൊ അപ്പോസ്തലന്മാരില്ലെന്ന് അത് കാണുന്നുണ്ട്. അതിന്റെ വിശേഷം കുറെ കാണുന്നുണ്ട്. കാര്യം അപ്പോസ്തലന്മാരില്ലെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവം നിയോഗിച്ചാക്കിയ വ്യക്തി അപ്പോസ്തല ശുശ്രൂഷ ലഭിച്ച വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഇന്ന് കൈവെക്കുമ്പോഴും സ്നാനപ്പെട്ടവരാണെങ്കിൽ അവർ ആകാംക്ഷയോടുകൂടി അവർ ആഗ്രഹത്തോടുകൂടി ഇരിക്കുന്നതാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിറയ്ക്കുവാൻ ഇടയായി തീരും. അനേകർക്ക് സ്നാനപ്പെട്ടാൽ മതി, അഭിഷേകം വേണ്ട. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരടുത്തത് ഇങ്ങനെ ഓരോ വലിയ പണ്ഡിതന്മാരാകാൻ നോക്കുക ചെയ്യുന്നത്. അതല്ല വിധം. സ്നാനപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിന്നെ ഇനി നടത്തേണ്ടത് പരിശുദ്ധാത്മാവാകണം. അനേകർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന് കാത്തിരിക്കുന്നില്ല.
പ്രാപിച്ച കൃപകൾ, പുതു കൃപകളെ പ്രാപിക്കേണ്ടതിന് ഇരിക്കുന്നില്ല അനേകര്. ഒരുവിധം ഇങ്ങനെ എങ്ങനെയും പോയാ മതി, ചെന്നായ എങ്കിൽ ചെന്നായ, എലിമാസ് എങ്കിൽ എലിമാസ്, ശീമോൻ എങ്കിൽ ശീമോൻ, ആരെങ്കിലും വിടുങ്ങട്ടെന്ന് വെച്ചോണ്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതല്ല ക്രിസ്തീയ ജീവിതം. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ സ്തോത്രം വിടവിടാത്ത ദുഃഖത്തിന്മേൽ ദുഃഖമാകുന്നതിന് കാരണം ദൈവം വെച്ച വ്യവസ്ഥകളെ വിട്ട് യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് അനേകരുടെ ജീവിതം ഭാരത്തിലായി പോകുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ കൈവപ്പോടുകൂടെ എന്ത് സംഭവിക്കുന്നു? അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് അല്ല 17 അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അതാദ്യം പറയും, ലഭിച്ച കാര്യം പറ. സ്വതം ലഭിച്ചു. അടുത്ത വാക്യം, അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടപ്പോൾ. അടുത്തത് കണ്ടോ, ഇവന്റെ പഴയ പരിപാടി. ഈ പരിപാടി ഇന്ന് കേരളത്തിലെ പല പാസ്റ്റർമാർക്കുണ്ട്. എങ്ങനെയാന്ന് ഞാൻ പറയാം. സ്വതന്ത്ര പലരുടെ കൈവപ്പ് കിട്ടാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അവരാരാന്നറിയാവോ? മിക്ക വ്യക്തികളും പ്രാപിക്കുന്ന അഭിഷേകം ദൈവത്തിൽ നിന്നല്ല. ആളെ പറയാതെ പറ്റത്തില്ല. പലരും പ്രാപിച്ചെടുത്തോണ്ട് വരുന്ന അഭിഷേകം ദൈവത്തിൽ നിന്നോ പരിശുദ്ധാത്മാവോ അല്ല, മറ്റൊരാത്മാവ് അനേകരിൽ വസിച്ചിട്ട് അവർ ദ്രവ്യാഗ്രഹവും ലോകസുഖവും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അനേകം കേൾക്കാൻ ഇടയായി തീരുന്നുണ്ട്. അത് മറ്റൊരാത്മാവാണ്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യും? അതുകൊണ്ടല്ലേ പലരും പലയിടത്ത് ഇങ്ങനെ സിദ്ധന്മാരായിട്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില പാസ്റ്റർമാര് അവര് സിദ്ധന്മാരായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അവരുടെ മുമ്പിൽ ദ്രവ്യം കൊണ്ടുചെല്ലുന്നു, സ്തോത്ര കാഴ്ച കൊണ്ടുചെല്ലുന്നു, പൊന്നാട അണിയിക്കുന്നു, ഇരുത്തുന്നു. അങ്ങനെ ഇതൊക്കെ എന്താണെന്നറിയാവോ? ഇതിന്റെ മറ്റൊരു വശമാ. അപ്പോസ്തലന്മാരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ദൈവ തുല്യമാക്കിയല്ല കാണരുത്. ദൈവത്തെ മാത്രമേ ദൈവമായി കാണാവുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ മനസ്സിലാക്കണം, ഈ എലിമാസല്ല, ഈ ശീമോൻ എന്ന മന്ത്രവാദി, ഇവൻ സുവിശേഷവും വചനമൊന്നും കേട്ടിട്ട് ഇവന്റെ അകത്ത് മാറ്റമൊന്നും വന്നില്ല. അങ്ങനെ കുറെ പേരുണ്ട്. വർഷങ്ങളായിട്ട് അത്ഭുത അടയാളം കിട്ടി, ഇവന് മാറ്റമൊന്നുമില്ല. എന്തുകൊണ്ടാണ് മാറ്റമില്ലാത്തത്? നമ്മൾ വായിച്ച തിമോഥെയോസിന്റെ ലേഖനത്തിൽ എന്താ കിടക്കുന്നത്? ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്ക്. ഇവന് മനസ്സില്ലെന്നേ. സ്തോത്രം. ശീമോന് മനസ്സില്ല. അവനും നേരെ ചുവേ ജീവിക്കണമെന്ന് മനസ്സില്ല. പിന്നെ എന്താ, എങ്ങനെയാലും ഇങ്ങനെ പോയാൽ മതി. അപ്പൊ നോക്കുമ്പോൾ ഇവന്റെ സ്തോത്രം, ഇവൻ ചെയ്ത ആഭിചാരക്രിയകളൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് കൈവച്ചപ്പോൾ ശക്തി വരിക. അത് ഭയങ്കരമാണല്ലോ. അങ്ങനെയാണെങ്കിൽ വേഗം ഉള്ള പൈസയെല്ലാം എടുത്ത് അവന്റെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് ആ കൃപ എനിക്കും പ്രാപിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കൈവപ്പിലായിട്ട് ചെല്ലുക. ഇന്നുള്ളവനാണെങ്കിൽ ഈ വന്നിരിക്കുന്നവൻ ആരാന്ന് ഇവനിലുള്ള ആത്മാവ് ഏതാന്ന് വിവേചിക്കുന്നതിന് മുമ്പേ കൈവയ്ക്കും. വരുന്ന വ്യക്തി നീ ആരാണെന്ന് നോക്കണം. നമ്മൾ ആത്മാവിൽ വിവേചിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നോ പറഞ്ഞ കൈ വെക്കരുത്. ചില വിഷയങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും ചെയ്യരുത്. ചിലവരുടെ വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കരുത്. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് കാണിക്കും, പ്രാർത്ഥിക്കരുത്. ചില വിഷയങ്ങളിൽ ചെല്ലുമ്പോൾ പറയും അവരുടെ കയ്യിൽ നിന്ന് ഒരു നന്മയും നമ്മൾ മേടിക്കരുത്. കാര്യം ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന മറ്റൊരു മണ്ഡലമുണ്ട്. അത് നമ്മുടെ മേൽ അവകാശം പറയും. അപ്പോൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിച്ചേ പറ്റൂ. ആമേൻ. ഇവിടെ ഈ ശീമോൻ എന്ന വ്യക്തി എന്ത് ചെയ്തു? ദ്രവ്യം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? പറഞ്ഞാഴ്ച ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അധികാരം എനിക്കും തരണം. അവൻ ഒറ്റ പ്രശ്നമുണ്ട്. കൈവയ്ക്കുമ്പോൾ നീ ചെയ്തതുപോലെ തന്നെ ഞാൻ കൈവച്ചാൽ പരിശുദ്ധാത്മാവണം. ഇവന് പരിശുദ്ധാത്മാവ് ആരാണെന്ന് അറിയത്തില്ല, ക്രിസ്തു ആരാണെന്ന് അറിയത്തില്ല, പിതാവ് ആരാണെന്ന് അറിയത്തില്ല, അപ്പോസ്തലന്മാരാണെന്ന് അറിയത്തില്ല, പുതിയ നിയമ ശുശ്രൂഷ എന്നാന്ന് അറിയത്തില്ല. ഇവൻ എന്താന്ന് പോലും ഇവൻ അറിയത്തില്ലെന്ന് ഓർക്കണം. ശീമോൻ ആരാണെന്ന് ശീമോൻ അറിയത്തില്ല. ഇവൻ എവിടുന്നാ വന്നതെന്ന് അവൻ അറിയത്തില്ല. അവൻ കഴുത്തെ കെട്ടി തൂക്കിക്കൊണ്ട് നടന്ന ആത്മാക്കളും അവൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികളും എന്നാണ് അവൻ ഒറ്റ നിമിഷം മറന്നുപോയി. അങ്ങനെ ചിലരുണ്ട് കേട്ടോ, പഴയതെല്ലാം ഒരു നിമിഷം കൊണ്ട് മറന്നിട്ട് എടുത്ത് ചാടുന്നവരെ ശ്രദ്ധിച്ചോണം. അങ്ങനെയുള്ളവരെ ആത്മാവുള്ളവരാണെങ്കിൽ, പരിശുദ്ധാത്മാവിലാണെങ്കിൽ വിവേചിച്ച് മനസ്സിലാക്കി അകറ്റി നിർത്തേണ്ടവനെ അകറ്റി നിർത്തിയേ പറ്റൂ. ആ ഭാഗം മനസ്സിലാക്കണം. എന്താണ് പത്രോസ് അവിടെ എന്താ പറയുന്നത്? അടുത്തത് വായിച്ചേ. ദൈവത്തിന്റെ ദാനം അപ്പൊ ഇവന്റെ മനസ്സെന്താണ്? എല്ലാം പണം കൊടുത്ത് നേടാം. ശ്രദ്ധിക്കണം. സഭയ്ക്കകത്തും
സ്തോത്രം ഇതുപോലെ ആഭിചാരം ചെയ്തും സ്തോത്രം മറ്റൊരു ശക്തിക്ക് കീഴ്പ്പെട്ട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതാണ് നമ്മൾ വായിച്ച തിമോഥെയോസ് ലേഖനത്തിൽ ദുഷ്ട മനുഷ്യരും മായാവികളും ഇവർ ഒളിച്ചിരിക്കുക, ഇവർ സഭയ്ക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്. സഭയ്ക്കകത്ത് ഒളിച്ചിരിക്കും. കാരണം ഇവർക്ക് ഒറ്റ കാര്യമുള്ളൂ, ഇവർക്ക് പെട്ടെന്ന് ഫേമസ് ആകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കുവാനായിട്ട് അവർ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന വഴികളിലേക്ക് ഒരു നിമിഷം തിരിഞ്ഞു പോകാനും പണ്ട് നാവിലെടുത്ത നാമങ്ങൾ വീണ്ടും ഉരിയാടാനും ഉച്ചരിക്കാനൊന്നും മടി കാണിക്കാത്തവരുണ്ട്. അവരാണ് ദുഷ്ട മനുഷ്യർ എന്ന് പറയുന്നത്. മനസ്സിലാക്കണം, ദൈവമക്കൾ അങ്ങനെയുള്ള കപട സ്തോത്രം മുഖങ്ങളെ തിരിച്ചറിയണം. ഹല്ലേലൂയ, തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഭൂതം വിട്ടുപോകുന്നത് ഇവൻ കണ്ടു, എന്നിട്ട് ഇവന് മനസ്സാകം വന്നില്ല. ഇവൻ അടിമയാക്കി വെച്ചുകൊണ്ടിരുന്ന മിസ്രോത്രം ആ ശമരിയയിലെ ജനം ഓരോരുത്തരും വിടുതൽ പ്രാപിക്കുന്നത് ഇവൻ കണ്ടു, എന്നിട്ട് അവന് മാനസാന്തരം വന്നില്ല. അപ്പൊ ഇതിന് പേടിയില്ലെന്ന് ഓർക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ ഇതിന്റെ ഇടയിലൂടെ നടക്കുന്നത്? ഇവർക്ക് ഭയമില്ല. കരങ്ങളൊരു ദൈവത്തൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഇങ്ങനെയുള്ളവർക്ക് ഭയമില്ലാതെ അവർ മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ അവിടെയാണ് യഥാർത്ഥ അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്ത പത്രോസ് വന്നിരുന്നവനെ വിവേചിച്ചു നോക്കി. ഇവന്റെ ഉദ്ദേശം എന്താണ്? നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് വേണ്ട പരമപ്രധാനമായിട്ടുള്ള വരം എന്താണെന്നറിയാവോ? വിവേചന വരമാണ്. ഡിസൈൻ സ്പിരിറ്റ് ആണ് വേണ്ടത്. നാം വിവേചിച്ചു മനസ്സിലാക്കണം. ഇവിടെ പത്രോസ് മനസ്സിലായി ഇവൻ വന്നിരിക്കുന്നത് നല്ല ഉദ്ദേശത്തിന് മാത്രമല്ല, ഇവന്റെ ഉള്ളുമുള്ള ദ്രവ്യാഗ്രഹത്തിലാണ്. ഈ ദൈവം ചെയ്ത പ്രവൃത്തി കൂടെയും ഇവന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നടപ്പാകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒത്തിരി സഭകളുണ്ട്. അവരെന്തിരിക്കുന്ന അവര് കൈയടിച്ച് തുള്ളിച്ചാടിയ പരിശുദ്ധാത്മാവ് വരുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അവർ ചെന്ന് കൈവച്ച് കഴിഞ്ഞാൽ വിടുതൽ. അങ്ങനെയല്ല. സ്തോത്രം, നിയോഗങ്ങളില്ലാതെ പല മേഖലകളിലും ശുശ്രൂഷയാണെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി വ്യാജന്മാരുണ്ട്. അവരെ കുറിച്ച് തിമോഥെയോസ് ലേഖനം പറയുന്നു, ദുഷ്ട മനുഷ്യരും മായാവികളും. അവരാർക്കാണ് ഇടർച്ചയെന്ന് ശ്രദ്ധിക്കണം. കൃപയിൽ ഇരിക്കുന്നവനാണ്, ഭക്തിയോടെ ജീവിക്കുന്നവനാണ് ഇടർച്ച. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ശമരിയയിലെ ജനം അനേക നാളുകളായിട്ട് പരിഭ്രാന്തിയിലായിരുന്നു. ആ പരിഭ്രാന്തി മാറിയത് സുവിശേഷം കേട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ ആത്മസന്തോഷം വന്നത്. അതുവരെ ഈ വ്യക്തിയെ ഭയപ്പെട്ട് കിടക്കുന്ന ഒരു ദേശമായിരുന്നു ശമരിയ. ആ ശമരിയയുടെ അനുഭവത്തിൽ നിന്നാണ് അവിടെ ദൈവം സ്തോത്രം ആ ജനത്തെ വിടുവിച്ചെടുത്തത്. പക്ഷേ അവിടെ ഇരിക്കുന്ന ശീമോൻ എന്ന ഈ മന്ത്രവാദിയുടെ പിന്നത്തെ ഉദ്ദേശം, ഇനിയും ഇവരെനിക്ക് സ്വന്തം വിധേയപ്പെട്ട് കിടക്കണം, ഇനിയും ഇവരെനിക്ക് സ്വാധീനമാകണം, സ്വന്തം എനിക്ക് എല്ലാ രീതിയിലും വിളനിലമായിട്ട് ശമരിയ വീണ്ടും കിട്ടണം. ശ്രദ്ധിക്കണം. അപ്പൊ ഈ ജനം സന്തോഷം അനുഭവിച്ചത് ഇവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ദൈവജനം കർത്താവിന്റെ നാമനിമിത്തം സൗഖ്യം അനുഭവിച്ചതും വിടുതൽ അനുഭവിച്ചതും സമാധാനം അനുഭവിച്ചതും ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആർക്ക്? ശീമോൻ. അടുത്ത വാക്യം വായിച്ചേ. അയച്ചേ. പത്രോസ് അവനോട് എന്ന് നീ നിരൂപിക്കുക കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം. ഇവിടെ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന എപ്പോഴും മനുഷ്യന്റെ ഹൃദയത്തെയാണ്. മനുഷ്യരുടെ ഹൃദയത്തെയാണ്. നമ്മൾ വിവേചിക്കുമ്പോൾ മുമ്പിൽ വന്നിരിക്കുന്ന മനുഷ്യന്റെ മാനസിക നില പരിശുദ്ധാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തും. വിവേചന വര ഉള്ളവരുടെ കാര്യം പറയുന്നു. കൃത്യമായിട്ട് വെളിപ്പെടുത്തും. ഹൃദയത്തിൽ കപടതയാണോ വെളിപ്പെടുത്തും, ഹൃദയത്തിൽ ദുഷ്ടതയാണോ വെളിപ്പെടുത്തും, സ്വന്തം ഹൃദയത്തിൽ ലാഭേച്ഛയാണോ വെളിപ്പെടുത്തും പരിശുദ്ധാത്മാവ്. അപ്പോൾ മനസ്സിലാക്കണം, നമുക്ക് എന്തിനാണ് ദൈവം കൃപ നൽകിയിരിക്കുന്നത്? നമ്മൾ ചതിയിൽ വീഴാതെ സ്വന്തം കൊടിയ ചെന്നായ്ക്കളുടെ കയ്യിൽ ചെന്നുപെടാതിരിക്കേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ മടങ്ങി വരാൻ നമുക്ക് ആ സങ്കീർത്തനത്തിന്റെ അകത്ത് തന്നെ 56 സങ്കീർത്തനത്തിന്റെ അകത്ത് വായിച്ച വാക്യങ്ങൾ ശ്രദ്ധിക്കാം. എങ്ങനെയാണ് ഈ കൊടിയ ചെന്നായ്ക്കളുടെ ഹൃദയം? കൊടിയ ചെന്നായ്ക്കൾ അല്ലെങ്കിൽ പൗലോസ് പറയുന്നത് സ്വതം എന്താണ്? ദുഷ്ടമനുഷ്യരും മായാവികളും. അവർക്ക് സംഭവിക്കുന്നത്, അവർ വഞ്ചിച്ചും വഞ്ചിക്കപ്പെടും. അവർക്ക് സംഭവിക്കുന്ന, അവർ വഞ്ചന ഏൽക്കുന്നുണ്ട്, അവർ വഞ്ചിക്കുകയും ചെയ്യണം. അതുകൊണ്ട് അവർ വഞ്ചന ഏൽക്കുമ്പോൾ അവരുടെ മനസ്സ് വീണ്ടും ഉണരും. എനിക്ക് വഞ്ചിക്കണം, എനിക്ക് വഞ്ചിക്കണം, എനിക്ക് വഞ്ചിക്കണം, മറ്റൊരുവനെ തകർക്കണം, മറ്റൊരുവനെ മുടിക്കണം, മറ്റൊരുവന് വഴി അടയ്ക്കണം. അങ്ങനെ അവർ തീരുമാനിക്കുമ്പോൾ അവരുടെ വഴി അടഞ്ഞു പോകുന്നു, അവർ മുടിഞ്ഞുകൊണ്ടിരിക്കുന്നു, അവർ നശിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു രോഗിയാകാൻ ആഗ്രഹിക്കുകയും അവർ
അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ ഇവൻ തന്നെ രോഗിയാവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സോ ആ വാക്യം വായിച്ചേ, 56 സങ്കീർത്തനം. അവിടെ വായിക്കുമ്പോൾ അതിന്റെ നമ്മൾ വായിച്ചത് ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. 5-ാം വാക്യം, ഇടവിടാതെ അവർ എന്റെ വാക്കുകളെ കോട്ടിക്കളയുന്നു. ഇതാണ് നമ്മൾ എടുത്തൊരു വാക്യം. ഇടവിടാതെ അവർ എന്റെ വാക്കുകൾ കോട്ടിക്കളയുന്നു. അടുത്തത് അവരുടെ വിചാരങ്ങളൊക്കെ എന്റെ നേരെ തിന്മയ്ക്കായിട്ടാവും. അപ്പൊ ഞാൻ തിരിച്ചു, ഇതെങ്ങനെയാന്ന് ദാവീദ് അറിയുന്നത്? വേറൊരുത്തിന്റെ ഹൃദയത്തിൽ കയറി നോക്കിയിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് മാത്രമുള്ള കഴിവെന്നല്ല. ഒരുവനെ ദൈവം അഭിഷേകം ചെയ്ത് അവൻ ഈ സകല കൃപകളോടും കൂടെ തന്നെയാണ് നടത്തുന്നത്. ദാവീദും തിരിച്ചറിഞ്ഞു ഫെലിസ്ത്യരുടെ സ്വഭാവം എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദൈവം സ്വന്തം ദാവീദിന്റെ ഹൃദയത്തിലും വെളിപ്പെടുത്തി അവരുടെ ഉള്ളിലെ ആശകൾ എന്താണെന്ന്. ഇതുപോലെ നാം ദൈവമക്കളായിരിക്കുമ്പോൾ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ശത്രു ഇതുപോലെ പല വഴികളും പല വ്യക്തികളെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന ദൈവപ്രവൃത്തിക്ക് എതിരെ നിർത്തുമ്പോൾ മനസ്സിലാക്കിക്കണം, ഇതിൽ ഒരു അസ്വാഭാവികതയും ഇല്ല. ഒറ്റ കാരണമേ ഉള്ളൂ, നീ ഭക്തിയോടെ ജീവിക്കുവാൻ തീരുമാനിച്ചു. മനസ്സിലാക്കണം. അടുത്ത വാക്യം വായിച്ചേ. സ്തോത്രം. സ്തോത്രം. അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു. അടുത്തത്, എന്റെ പ്രാണനായിട്ട് പതിയിരിക്കും. ശ്രദ്ധിക്കണേ. അപ്പം ദാവീദിന് കൃത്യം അറിയും, ഉമ്മാരുടെ ഇരിപ്പ് കാണുമ്പോ അറിയും ഇവൻ എനിക്കിട്ട് പണി തരാനാണ് ഇരിക്കുന്നത്, അല്ലേ? നമ്മെ എവിടെ തകർക്കണമെന്നുള്ളത് ശത്രു നോക്കണം. അവന്റെ ഇരിപ്പ് കാണുമ്പോഴും നിപ്പ് കാണുമ്പോഴും അറിയാം. അവന്റെ ഒളിഞ്ഞ ഒരു സ്തോത്രം അവസ്ഥകൾ കാണുമ്പോൾ അറിയാം അതെല്ലാം ഒളിക്കുന്നത് എനിക്ക് നേരെ അവൻ ഒരുക്കുന്ന സ്തോത്രം ദ്രോഹങ്ങളാണ്. അടുത്ത വാക്യം വായിച്ചേ. എന്റെ പ്രാണനായി പതിയിരിക്കുമ്പോൾ എന്റെ കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു വാക്യമാണ് കേട്ടോ. അവരെന്റെ സ്തോത്രം അവിടെ സ്തോത്രം വായിച്ച വാക്യം സ്തോത്രം കണ്ടോ. അവർ എന്റെ കാലടികളെ. അപ്പൊ മനസ്സിലാക്കണം, ഈ ശത്രുക്കൾ അല്ലെങ്കിൽ ഇച്ചിരി ദുഷ്ട മനുഷ്യരും മായാവികളും ഈ പറഞ്ഞ എലിമാസുര വിദ്വാനും അല്ലെങ്കിൽ ശമരിയയിലെ ശീമോൻ എന്ന് പറയുന്ന മന്ത്രവാദിക്ക് സ്വതം കൃപ ലഭിച്ചവന്റെ അല്ലെ വിളിക്കപ്പെട്ട് ദൈവകാര്യത്തിൽ ഉപയോഗിക്കപ്പെടുന്നവന്റെ സ്റ്റെപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. അവൻ എന്തൊക്കെ ചെയ്യുന്നു, അവൻ എങ്ങോട്ടൊക്കെ പോകുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് ദുഷ്ടന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിൽ കാണരുത് മറ്റൊരു പോകുന്ന വഴിയും കാര്യങ്ങളുമല്ല. പുറകെ നടന്ന് അവൻ ഉയർന്നോ നേടിയോ സ്വന്തം രക്ഷപ്പെട്ടോ നശിച്ചോ ഇത് നമ്മുടെ വിഷയമല്ല. കാര്യങ്ങൾ ഉദ്യോഗം മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും അങ്ങനെ പോകരുത്. എന്നാൽ മനസ്സിലായി, ദുഷ്ടന്മാർ ഇങ്ങനെയാണ്. അവർ മറ്റൊരുവന്റെ മേലായിരിക്കും ഇരിക്കുന്നത്. അവന്റെ വീട്ടിൽ പാമ്പ് കയറുന്ന വിഷയമല്ല, മറ്റൊരിടത്ത് ഉറുമ്പ് കയറുന്ന അവന് പ്രശ്നം. അവന്റെ വീട്ടിൽ പാമ്പിരിക്കുക അത് വിഷയമല്ല, അവന്റെ വീട്ടിൽ ഉറുമ്പ് കയറിയോ അത് കട്ടുറുമ്പാണോ ചുമന്നുറുമ്പാണോ, അല്ലേ? ഇതാണ് അവന്റെ പെരക്കകത്ത് കയറിയിരിക്കുക പാമ്പ്, അത് വിഷയമല്ല അവന്. അടുത്ത് വായിച്ചേ. നീതി കേടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ. കണ്ടോ, ഈ അവസ്ഥകളിലൂടെ ഒരു ഭക്തനെ ദൈവം വിടുന്നതിന് കാരണം എന്താണ്? ഈ കഷ്ടം സഹിക്കേണ്ടി വരുന്നതിനുള്ള കാരണം എന്താണ്? ദൈവത്തിന് ഇതിന്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതി ഇതിന്റെ പിന്നിലുണ്ട്. കഷ്ടം സഹിക്കേണ്ടി വരുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. ആമേൻ. ആ പദ്ധതി പൂർത്തീകരിക്കണം. നോക്കിയ കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ പോവുകയാണ്. ആമേൻ. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ ഇതാ, അല്ലേ? സ്തോത്രം. മറുപടിയില്ല, കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ പോവുകയാണ്. ഹല്ലേലൂയ. മറുപടിയില്ലാത്ത ചില നിമിഷങ്ങൾ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിന് കാരണം എന്താണ്? ഇത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ടാണ്. ആമേൻ. അടുത്ത വാക്യം വായിച്ചേ. ഇല്ലയോ. പിന്തിരിയുന്നു. ഞാൻ അറിയുന്നു. സ്തോത്രം. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും. ഞാൻ യഹോവയിൽ അവന്റെ വചനത്തെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. സ്തോത്രം. നമ്മളിവിടെ വായിക്കുമ്പോൾ തന്നെ ഈ സങ്കീർത്തനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. 56-ാം സങ്കീർത്തനം കിടക്കുമ്പോൾ തന്നെ പത്രോസിന് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഈ കഷ്ടം സഹിക്കുന്നതിന്റെ പിന്നിലെ ദൈവത്തിന്റെ പദ്ധതിയും കൂടെ നമുക്കൊന്നറിയാം.
2:18 വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക് നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്ക് കൂടെ കീഴടങ്ങിയിരിക്കുവിൻ. എന്തിനാ അങ്ങനെ പറഞ്ഞു? അങ്ങനെയൊക്കെ പദം പറയേണ്ടതാണ്. മൂർഖന്മാർക്ക് അല്ലേ? സർപ്പസന്തതികളെ എന്ന് ആര് വിളിച്ചത്? യേശുക്രിസ്തു അല്ല വിളിച്ചത്, സ്നാപയോനാണ് വിളിച്ചത്. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് വിളിച്ചത് നമ്മൾ രക്ഷപ്പെട്ടില്ലേ? പിന്നെ ഡയറക്റ്റ് അടിയല്ലേ? കർത്താവ് അങ്ങനെ വിളിച്ചില്ല, കർത്താവ് വിളിച്ചില്ല. പക്ഷേ സ്നാപയോനാ വിളിച്ചത്. എന്നാ വിളിച്ചത്? സർപ്പസന്തതികളെ വിട്ടൊഴിവാൻ നിങ്ങൾക്ക് ആര് ബുദ്ധി ഉപദേശിച്ചു എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് സർപ്പസന്തതികൾ. ഇവിടെ പറയുന്ന മൂർഖന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ഒരുത്തൻ ദൈവത്തെ കുറിച്ച് കിട്ടിയില്ലേ വാക്യം? ആമേൻ. ആ കണ്ണാടയൊക്കെ ഒന്ന് മാറ്റണം പ്രാർത്ഥിച്ച്, സ്തോത്രം. എന്നിട്ട് പുതിയൊരു കണ്ണടയൊക്കെ മേടിച്ച് വെക്കണം. ആമേൻ. അത് സ്തോത്രം. പ്രാർത്ഥിച്ച കണ്ണടയുടെ പവറൊക്കെ കൂട്ടുന്നു, അതൊക്കെ മാറ്റിയിട്ട് നല്ലൊരു കണ്ണടയൊക്കെ മേടിച്ച് വായിക്കണം. ആമേൻ, സ്തോത്രം. അവിടെ ഞാൻ വായിക്കാം. ഒരുത്തൻ ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തിനാണ് ഒരുത്തൻ ദൈവത്തെ കുറിച്ച്? ശ്രദ്ധിക്കണം. ഞാൻ ഭക്തനായിരിക്കുന്നത് കൊണ്ടല്ലേ ഈ അടി മുഴുവൻ മേടിക്കുന്നത്? ഞാൻ അഭിഷേകത്തിൽ നിൽക്കുന്നതുകൊണ്ടല്ലേ ഈ ഉപദ്രവം അനുഭവിക്കുന്നത്? ദൈവ വേലയ്ക്ക് വേണ്ടി ചുമര് കൊടുക്കുന്നുണ്ടല്ലേ ഈ പ്രയാസം അനുഭവിക്കുന്നത്? അപ്പോൾ ഇത് ദൈവനാമം നിമിത്തമാണെന്ന് ശ്രദ്ധിക്കണം. അവന്റെ നാമം ധരിച്ചത് കൊണ്ടാണ്. പണ്ട് ഈ പ്രയാസമില്ല, എന്നാൽ ഇന്ന് ഈ പ്രയാസം അനുഭവിക്കുമ്പോൾ തിരിച്ചറിയണം, ഇത് ദൈവത്തെ കുറിച്ചുള്ള മനോബോധം അല്ലേ? ദുഃഖസ്തോത്രം. ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി എന്തൊക്കെയാ സഹിച്ചത്? കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം തന്നെ. അപ്പോൾ നമ്മൾ ഈ കഷ്ടം അനുഭവിക്കുമ്പോ ഇതിന് മറുപടി ഇല്ലാതെ പോവുകയാണോ? ആണോ? പിന്നെ എങ്ങനെയാ? ഇതിനൊരു മറുപടി ഉണ്ട്, ഇതിനൊരു പ്രതിഫലമുണ്ട്. അടുത്ത വാക്യം വായിക്കേണ്ടത്. അടുത്ത വാക്യം വായിച്ചേ. വായിച്ചേ. വായിക്കേ. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അല്ല 20-ാം വാക്യം അതാ പറയും. വായിക്കേണ്ടത് വായിക്കുന്നില്ല മമ്മി. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് മമ്മി വായിക്കും. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് കണ്ടോ? ഇവിടെ ശ്രദ്ധിക്കണം. കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് പ്രയോജനമുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ. മനസ്സിലാക്കണം. നാം തിന്മ ചെയ്തിട്ടല്ല കഷ്ടം സഹിക്കണം, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കണം. നമുക്ക് നന്മ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തിൽ വസിക്കുന്നവരായിരിക്കും. നാം ദൈവത്തിൽ വസിക്കുന്നവരാണെങ്കിൽ അവന്റെ നാമം ധരിച്ചിട്ട് നമ്മൾ സഹിക്കുന്ന കഷ്ടങ്ങളും ഉപദ്രവങ്ങളും ദൈവസന്നിധിയിൽ പ്രസാദകരമാണ്. കർത്താവിനത് പ്രസാദകരമാണ്. കാര്യം എന്റെ നാമം അവർ ധരിച്ചുകൊണ്ടാണ് ഈ കഷ്ടം സഹിക്കാൻ ഇടയായി തീർന്നത്. വായിച്ചടുത്ത വാക്യം. വായിച്ചേ. കണ്ടോ? ക്രിസ്തു. അപ്പം നമ്മളെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? കർത്താവ് കഷ്ടം സഹിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ഇന്ന് അനേക ഇടത്ത് പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ കഷ്ടമില്ല, നിങ്ങളെ അനുഗ്രഹിക്കാനും വർദ്ധിപ്പിക്കാനും ഉയർത്തുവാനും പോവുകയാണെന്ന് പറയുന്നത് മറ്റൊരു യേശുവാണ്. ആ വചനങ്ങൾ മറ്റൊരു സുവിശേഷമാണ്. ആമേൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു യേശുവാണ്, മറ്റൊരു സുവിശേഷമാണ്. അതിന്റെ കീഴിലിരുന്ന് കൈയടിക്കുന്ന ആത്മാവേദ, അത് മറ്റൊരു ആത്മാവാണ്. അപ്പോ ഇത് എവിടെയുണ്ട്? ഇത് കർത്താവിന്റെ സത്യവചനം വിട്ടകലുന്ന ദുഷ്ട മനുഷ്യരും മായാവികളെയും നിയന്ത്രിക്കുന്ന മറ്റൊരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മളിത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും എഴുതുന്ന നമുക്ക് കാണാപ്പാടമായിരിക്കണം ഈ ഭാഗങ്ങൾ. കാര്യം എങ്കിലും നമുക്ക് വചനത്തിൽ ഉറച്ചാൽ മാത്രമേ നിൽക്കാൻ പറ്റൂ. തെസ്സലോനിക്ക ലേഖനം, അധർമ്മത്തിന്റെ മർമ്മത്തിന്റെ വിഷയം എടുത്തേ, നമ്മളെപ്പോഴും വായിക്കുന്നല്ലേ. തെസ്സലോനിക്ക ലേഖനം അതിന്റെ 2-ാം അധ്യായം, 2 തെസ്സലോനിക്ക 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 9 മുതൽ വായിച്ചേ. ഇതൊക്കെ നമ്മൾ ബൈഹാർട്ട് ആയിരിക്കണം. തെസ്സലോനിക്കർ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത
നശിച്ചു പോകുന്നവർക്ക്. അപ്പൊ നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തി, വ്യാജമായ സകല ശക്തി. ഞാനൊരു കാര്യം ശ്രദ്ധിക്കണം, ഒരു മീറ്റിംഗ് ഭയങ്കര ശക്തിയാ ബ്രദറെ, ഭയങ്കര ദൈവസാന്നിധ്യം, ഓടി പോകരുത്. ഇവര് പ്രസംഗിക്കുന്നതെന്ന് കേൾക്കണം ആദ്യം. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഭയങ്കര ശക്തിയുണ്ട്, ഭയങ്കര വിടുതലുണ്ടെന്നല്ല പറയേണ്ടത്. ഇവൻ പ്രസംഗിക്കുന്നത് ഇവൻ എന്താണ് വായിൽ നിന്ന് വരുന്നത് എന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ അകത്ത് ദൈവവചനത്തിന്റെ ഉപദേശമില്ലേ, ചെല്ലരുത്. അത് മറ്റൊരാത്മാവ്, അത് പ്രവർത്തിക്കും. ഒത്തിരി പേര് പറയുന്നത് നമ്മളെല്ലാം കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അങ്ങനെയുള്ള ദുരുപദേശം പറയുന്നവന്റെ ഒക്കെ പരിപാടി നിൽക്കുന്നു. ഒരിക്കലും നിൽക്കത്തില്ല. കാരണം ഇത് ദൈവം തന്നെ അനുവദിച്ചേക്കുന്ന കാര്യമാണ്. കാര്യം ഇത് എപ്പോൾ വരെ ഇത് സംഭവിക്കും? ഇത് കൊയ്ത്തോളം ഇതെല്ലാം വളരും. കള എത്ര വലുതായിട്ട് വളർന്നാൽ ഇപ്പൊ എന്നാ കുഴപ്പം? കള എത്ര വലുതായിട്ട് വളർന്നാൽ ആർക്കെങ്കിലും വിഷമമുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? കള നല്ല മുഴുത്ത് നല്ല ഉയരത്തിൽ നല്ല ഇലകളുമായിട്ട് വളർന്നു വരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷെ ഇന്നത്തെ പെന്തക്കോസ്ത് ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അവര് നല്ലപോലെ വളരുന്നത് കണ്ടോ? അതെന്താ? നീ കതിരല്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. കതിരിന്റെ അനുഭവം ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല. എന്നാൽ ഇവിടെ വായിക്കണം, ആ ഭാഗം ഒന്നും കൂടെ വായിച്ചേ. അധർമ്മ മൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങൾ. അപ്പൊ 3 കാര്യം സംഭവിക്കും. വ്യാജത്തിന്റെ ആത്മ, മറ്റൊരു ആത്മാവ് കൊണ്ട് ഇതെല്ലാം സാധിക്കും. നമ്മൾ ചിന്തിക്കുന്നത് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം വന്നു, ഇത് പരിശുദ്ധാത്മാവാണ്. ഇതാണ് പലരുടെയും പ്രസംഗം. അനേകർ ഭക്തന്മാരായിട്ട് മറ്റുള്ളവരുടെ പ്രകടിപ്പിക്കുന്നത് കൃപാവര ശുശ്രൂഷ ഉള്ളതുകൊണ്ട് ഞാൻ ദൈവവൈതലാണ്, അല്ലെങ്കിൽ ഞാൻ ഭക്തനാണ്, അതുകൊണ്ട് എന്നെ അംഗീകരിച്ചോ, ഈ അത്ഭുത അടയാളം കണ്ടിട്ട് എന്റെ അടുക്കലേക്ക് വന്നോ എന്ന് പറയുന്ന ആ അഡ്വർടൈസ്മെന്റ് ഇന്ന് ഒത്തിരി കാണുന്നുണ്ട് പെന്തക്കോസ്ത് കോളത്തിന്റെ അകത്ത്. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. നമ്മൾ പ്രസംഗിക്കുന്നത് ക്രിസ്തുവിനെ അല്ലെങ്കിലും മറ്റൊരു ക്രിസ്തുവിനെ ഈ പറഞ്ഞ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നെങ്കിലും അവരുടെ മേൽ വരുന്ന ഒരു ശക്തിയുണ്ട്. അവർ ചെയ്തെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വിടുതൽ എന്ന വണ്ണം തോന്നും, പക്ഷെ അത് വിടുതലല്ലത്. അവിടെ ഭയങ്കര ശക്തിയാണ്, നിറവാണെന്ന് മനസ്സിലാക്കും. അനേക ഇടങ്ങൾ കുടുംബം തകർന്ന വിഷയങ്ങളുണ്ട്. അനേകർ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നവരുണ്ട്. ദുർമാർഗം ഇതുവരെ വിട്ടുതിരിയാത്തവരുണ്ട്. സ്തോത്രം. കൊടിയ അപകടങ്ങൾ വന്ന് മരിച്ച കേസുകൾ. എന്താ കാരണം എന്നറിയാമോ? പരിശുദ്ധാത്മാവല്ല നടത്തിയത്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇവിടെ ശ്രദ്ധിക്കണം. എന്താ വിഷയം? ഇവര് രക്ഷ പ്രസംഗിക്കത്തില്ല. നമ്മൾ ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ശ്രദ്ധിച്ച വിഷയം അല്ലേ? ഏതാണ്? യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നിന്ന് പറഞ്ഞു എന്തൊക്കെയാ? കുഞ്ഞുങ്ങളെ, ബാല്യക്കാരെ, യൗവനക്കാരെ, പിതാക്കന്മാരെ, ഈ 4 പേരെ കൂട്ടരെ അവിടെ പറഞ്ഞൊരു കാര്യം. നിങ്ങൾ രക്ഷോത്രം അവിടെ പറയുന്ന 3-4 കാര്യമുണ്ട്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാല്, അതുപോലെ ശത്രുവാകുന്ന പിശാചിനെ ജയിച്ചിരിക്കിയാൽ, അങ്ങനെ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ വക മേഖലകളെ കുറിച്ചും വിശുദ്ധീകരണത്തെ കുറിച്ചും ആ പറയുന്ന നിലവാരത്തിൽ ഒരു കാര്യം പോലും പറയാതെയാണെങ്കിൽ അത് മറ്റൊരാത്മാവാണ്. ആമേൻ. നമ്മളൊന്ന് അതുകൂടെ ഒന്ന് ചിന്തിച്ച് നമുക്ക് മടങ്ങി വരാം. നമുക്ക് അവസാനിപ്പിക്കാം. യോഹന്നാൻ എഴുതിയ ലേഖനത്തിന്റെ അകത്ത് അതൊന്ന് വായിച്ചേ. വായിച്ചേ. പിതാക്കന്മാരെ, ആദി മുതലുള്ളവനെ. അപ്പൊ ഇവരുടെ പ്രസംഗത്തിൽ അനാദി നിത്യനാകുന്ന ദൈവത്തിന്റെ വലിയ പദ്ധതി ലോകത്തിൽ നിങ്ങളെ ഉന്നതനാക്കാൻ വേണ്ടിയുള്ളതല്ല. മനസ്സിലാക്കണം. നിങ്ങളെ ഇവിടെ നിന്ന് രക്ഷിച്ച് ദൈവരാജ്യത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പ്രസംഗം അല്ലെങ്കിൽ മനസ്സിലാക്കിക്കോണോ, അത് മറ്റൊരാത്മാവാണ്. ആമേൻ. സ്തോത്രം. മറ്റൊരാത്മാവാണ്. അടുത്ത് വായിച്ചേ. ബാല്യക്കാരെ, ഇവിടെ ശ്രദ്ധിക്കണം. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും. ഇങ്ങനെയുള്ളവരുടെ പ്രസ്ഥാനങ്ങൾ ഒരിടത്ത് പോലും സത്യവചനത്തിൽ അവർ ഉറപ്പിക്കത്തില്ല. ഇങ്ങനെ പോകുന്ന പ്രസ്ഥാനങ്ങളെല്ലാം ശ്രദ്ധിച്ചാണ് ഒരു വ്യക്തി കാണും. ആ വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും, ആ വ്യക്തിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കും ആ പ്രസ്ഥാനങ്ങളുടെ എല്ലാം നടത്തിപ്പ്. ആ വ്യക്തി ഒന്ന് കൃപാവര ശുശ്രൂഷകനായിരിക്കും,
അല്ലെ മറ്റൊരു പ്രവചനം ചെയ്യുന്ന വ്യക്തിയാണ്, അത് മാത്രം നോക്കി ആ വ്യക്തി ഒരു സിദ്ധ രൂപമാക്കി കാണിക്കുക. പൗലോസിനെ ബർന്നബാസിനെ കൊണ്ട് പറഞ്ഞു, നീ ബുദ്ധനെന്നും ബർന്നബാസിന് ഇന്ദ്രൻ എന്നൊക്കെ പേര് പറഞ്ഞ് ഞാൻ വ്യക്തമാകുന്നില്ല, അങ്ങനെ പറഞ്ഞ് ക്ഷേത്രത്തിൽ പിടിച്ചുകൊണ്ട് ചെല്ലുവാനും അവന്റെ പേരിലാണെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യാൻ ഒരു ദൈവ രൂപം കൊടുക്കാൻ അവർ റെഡിയായി. പൗലോസ് വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ സമരാണ്, നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമില്ല, നമ്മൾ ഒരേ മനുഷ്യരാണ്, ഞങ്ങൾക്കൊരു വ്യത്യാസമില്ലെന്ന് പറഞ്ഞു. ഇന്ന് ഈ പറയുന്നവരൊന്നും സാധാ മനുഷ്യരാന്ന് കാണിക്കാൻ റെഡിയല്ല. ഉണ്ടോ? ഈ പറയുന്ന പ്രസംഗിക്കുന്നവരൊന്നും തന്നെ സാധാരണ മനുഷ്യരാണെന്ന് വെളിപ്പെടുത്താൻ തയ്യാറല്ല. അവർ അസാധാരണമായ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്, വലിയ ശക്തിയുള്ളവരാണ്, ഞങ്ങൾ മഹാന്മാരാണെന്ന് വെളിപ്പെടുത്തുന്നവരാണ്. അത് മറ്റൊരു ആത്മാവാണ്. ഈ വചനം പഠിക്കണം, എങ്കിലേ നമുക്ക് ഇന്നത്തെ പ്രശ്നം മനസ്സിലാവുള്ളൂ. അപ്പോ അങ്ങനെയുള്ളവര് ആ നിത്യനാകുന്ന ദൈവത്തിലേക്കും അവരുടെ പ്രസംഗം ചെല്ലത്തില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോ വായിച്ചതുപോലെ നിങ്ങൾ ശക്തരായാലും ദൈവം തന്നെ നിങ്ങളിൽ വസിക്കുകയാലും ദൈവവചനത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഇവർ ഒരിക്കലും പഠിപ്പിക്കത്തില്ല. ദൈവവചനത്തിൽ നിലനിന്ന് മുമ്പോട്ട് പോകാൻ ഇവർ പഠിപ്പിക്കത്തില്ല. അടുത്ത വാക്യം വായിച്ചേ. നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അടുത്തത് കണ്ടോ, ഈ പ്രസംഗം ഇവരുടെ മറ്റൊരാത്മാവിനാൽ നടത്തപ്പെടുന്നവരുടെ പ്രസംഗം മുഴുവൻ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും ഈ ക്രിസ്തു നിമിത്തം സ്നേഹിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അത് തിരിച്ചറിയുന്നില്ല. അടുത്തത് വായിച്ചേ. ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അടുത്തത് ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, അതായത് നമ്മെ വേഗം രക്ഷിച്ച് ഈ ദുഷ്ടലോകത്തിൽ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ദുഷ്ട മനുഷ്യരും മായാവികളും ചെന്നായ്ക്കളൊക്കെ ഉള്ള ഈ ഭൂമിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് ദൈവരാജ്യത്തിൽ എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി കരുതണ്ടെന്ന് ഒരിക്കലും അങ്ങനെയുള്ളവർ പറയില്ല. അവര് പറയില്ല, നിങ്ങൾ ഇവിടെ സുഖമായിക്കോ, ഇവിടെ നീ അനുഗ്രഹിക്കുക, കർത്താവ് യേശു നിന്റെ അടുക്കിലേക്ക് വരെ നിന്നെ ഇന്ന് അനുഗ്രഹിക്കുക. അത് മറ്റൊരു യേശുവാണ്. ഈ വചനം പരിശുദ്ധാത്മാവിലാണെങ്കിൽ ആ ആത്മാവല്ല ഇങ്ങനെയുള്ളവരുടെ മീറ്റിങ്ങുകളിൽ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത് വായിച്ചേ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. പണ്ടൊരു മഹാൻ ഇതുപോലൊരു മീറ്റിംഗിന്റെ അകത്ത് ഇരുന്നുകൊണ്ട് പറയുക, നമ്മളൊരു തൊടുപുഴയാണല്ലോ, സ്വതന്ത്രം, അങ്ങ് കോട്ടയത്ത് നിന്ന് വരുന്ന ഒരു വ്യക്തി ഇതുപോലെ വന്ന് ഈ പ്രോസ്പെക്ട് പ്രസംഗിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി പാലാ കഴിഞ്ഞപ്പോ വന്ന വഴിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. പാലാ കഴിഞ്ഞപ്പോ പാലായിൽ ഇടതും വലതും ഇടതും വലതുവശത്തും വലിയ വലിയ വീടുകൾ ഇങ്ങനെ ഉയർന്നിരിക്കുക. ആ ഒരു വീട് നിന്റേതായാൽ എങ്ങനെയായിരിക്കും? മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് പറയുന്ന കാര്യം. ഇപ്പൊ വായിച്ച വാക്യം ഒന്നും കൂടെ പറഞ്ഞേ. ജഡമോഹം. ഇത് കൺമോഹത്തിൽപ്പെടും. ഈ കാര്യങ്ങൾ കണ്ടിട്ട് എനിക്ക് വേണമെന്നുള്ള ആശ കയറുന്ന പരിപാടിയാണ് എന്ത്? കൺമോഹം. അടുത്തത് ജീവനത്തിന്റെ പ്രതാപം. വീടും വണ്ടിയും സെറ്റപ്പും ഉയർച്ചയും കണ്ട് ഇത് പറയും, ഇത് നിന്റെ മക്കൾ അതുപോലെ ആകാൻ പോകുന്നു, മകനെ അങ്ങനെ ആകാൻ പോകുന്നു, അങ്ങനെ ആകാൻ പോകുന്നു. നിന്റെ ഈ മർത്യ ശരീരം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട നിന്റെ ആത്മാവ് ദൈവരാജ്യത്തിൽ ചെല്ലുകയാണ്. അതിന് തടസ്സമായി നിൽക്കുന്നത് ഈ ദുഷ്ട ലോകത്തില. നീ കഷ്ടത ഏൽക്കണമെന്ന് ഒരിക്കലും ഇവർ പറയത്തില്ല. അങ്ങനെ പ്രസംഗിക്കുന്നവരെ ഇവർ ഒറ്റപ്പെടുത്തും. അതാണ് ഏറ്റവും വലിയ രസം. ഒറ്റപ്പെടുത്തുമെന്ന് മാത്രമല്ല, അവരെ അപമാനിക്കും. കാര്യം അവര് പറയും, ഞങ്ങൾ അങ്ങനെ ഒരു മീറ്റിങ്ങിൻ്റെ അത് ഞാൻ ചെന്നപ്പോൾ ഒരു വ്യക്തി എന്നോട് പറയുന്ന, ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഈ പ്രസംഗിക്കുന്നത്? നിങ്ങൾ എന്ത് വിശ്വാസം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫെയ്ത്ത് ഓഫ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ സംഹിത എന്താണ്? ഞാനൊരു ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കും. ഓക്കെ, ഞങ്ങൾ യേശുവിന്റെ സ്നേഹത്തെ മാത്രം പ്രസംഗിക്കുന്നത്. അവർ യേശുവിനെ കുറിച്ച്, സ്നേഹത്തെ കുറിച്ച് മാത്രമേ പ്രസംഗിക്കുള്ളൂ. ന്യായവിധി പ്രസംഗിക്കുന്നില്ല, കർത്താവിന്റെ വരവ് പ്രസംഗിക്കുന്നില്ല, പിശാചിനുള്ള ന്യായവിധി പറയില്ല. മനുഷ്യർ പാപത്തിലാണ്. പാപ മനുഷ്യന് ഈ ലോകത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ അവന് വരാൻ പോകുന്ന മഹോപദ്രവത്തെ കുറിച്ച് മിണ്ടത്തില്ല ഇവര്. കാരണം എന്നാ? യേശുവിന്റെ സ്നേഹം മാത്രം പ്രസംഗിച്ചാൽ മറ്റൊരു യേശുവിന് ഇറങ്ങി വരാം, തട്ടുകേടില്ലാതെ ഇറങ്ങി വരാം. ഇവിടെ സ്തോത്രം, ഇനി വരുവാൻ പോകുന്ന ദുഷ്ട കാലഘട്ടത്തിലേക്ക് സകല പാപികളെ തള്ളിയിട്ട് ദൈവത്തിന്റെ ക്രോധാഗ്നി ഭൂമിയിലേക്ക് ചൊരിയാൻ പോകാന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ട്? അടുത്ത വാക്യം വായിച്ചേ.
ആ ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല. കണ്ടോ? അപ്പൊ പറയുന്നു നിനക്ക് വലിയത് തരാനുണ്ടെന്ന് പറയുന്ന ദൈവം പിതാവിൽ നിന്നല്ലെന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ എവിടുന്നാ? ലോകത്തിൽ നിന്നത്രയാകുന്നു. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. ലോകത്തിലെ ആത്മാവാണ് ലോകത്തിലെ കാര്യമേ പറയുള്ളൂ. അപ്പോൾ ചോദിക്കുന്നു, ഞങ്ങൾ അവിടെ പോയപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സുഖം കിട്ടി, ഭയങ്കര ഫ്രീഡം കിട്ടി. അങ്ങനെ ഫ്രീഡം കിട്ടാൻ വേറെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. അതൊന്നും പരിശുദ്ധാത്മാവിലാന്ന് പറയരുത്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ വായിച്ച വാക്യമുണ്ട് തെസ്സലോനിക്കരുടെ ലേഖനം. ഇത് മറക്കണ്ട, ഇത് അവിടെ തന്നെ വെച്ചു. തെസ്സലോനിക്കരുടെ ലേഖനം നമ്മൾ വായിച്ച തെസ്സലോനിക്കരുടെ 2-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം വായിച്ചേ. അതിന്റെ 10-ാം വാക്യം വായിച്ചേ. ഈ സഹോദരൻ നമ്മളിപ്പോ വായിച്ച വാക്യം ഉണ്ടല്ലോ യോഹന്നാൻ, ആ ഒന്ന് വായിച്ചേ, ഒന്നും കൂടെ വായിച്ചേ മമ്മി. എന്നിട്ട് സഹോദരൻ തെസ്സലോനിക്കരുടെ ലേഖനത്തിന്റെ അകത്തൊന്ന് വായിക്കണം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഓക്കെ. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. അങ്ങനെയാണല്ലോ. അടുത്തത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിൽ ഉള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. അടുത്ത് വായിച്ചേ. കണ്ടോ? ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ഇവരൊരിക്കലും പറയാത്തൊരു കാര്യം അതാണ്. ഈ ലോകം ഒഴിഞ്ഞു പോകുന്ന ലോകത്തിലാണ് എന്നെ നിങ്ങളെ ആക്കിയിരിക്കുന്നത്. ഇവർ പറയുന്നില്ല. ഇവർ പറയുന്നത് യേശു ഇന്ന് നിന്നെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ദ്രവ്യാഗ്രഹികളൊക്കെ തുള്ളിച്ചാടും. ഒരു കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാം കൂടെ അവസാനിക്കാൻ പോവാന്ന് പറയുമ്പോൾ മറുവശത്ത് കേൾക്കുകയാണ് നിന്നെ കർത്താവ്, ഇതേ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. അപ്പൊ അവന്റെ അവസ്ഥ എന്നാ? അപ്പൊ എല്ലാരും ഉള്ളി പറയും, കണ്ടോ ആ ദൈവദാസൻ എപ്പോ നോക്കിയാലും നെഗറ്റീവേ പറയുള്ളൂ. ഈ ദൈവദാസൻ നോക്കി എത്ര അനുഗ്രഹമായിട്ട് നിന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ പോകുന്നു. എല്ലാരും തകർന്നിരിക്കുമ്പോഴാണ് ഓർക്കണം നീ അനുഗ്രഹിക്കാൻ പോകുന്നത്. എത്ര ആശ്വാസമുണ്ട്. ഇങ്ങനെ ആത്മീകമായി ചത്തു കിടക്കുന്ന ഒത്തിരി വിശ്വാസികൾ എനിക്കറിയാം. അവർ സഹോദരൻ കട്ടിയായ സത്യങ്ങളെ കേൾക്കാൻ റെഡിയല്ല. ഹല്ലേലൂയ. അവർ സത്യം കേൾക്കാൻ റെഡിയല്ല. അവർ പറയുന്നത് എന്താ പറയുക? ആകെ 6 ദിവസം വേല ചെയ്തിട്ട് 7-ാമത്തെ ദിവസം ഇവന്റെ ഈ വേലവെപ്പ് കാണാനായിട്ട് സഭയെ വരുമ്പോ അത് മുറിപ്പെടുത്തുന്നതാണോ പറയുന്നത്? ഭാരപ്പെടുത്തുന്നതാണോ പറയുന്നത്? സഹോദരം, മുറിപ്പെടുത്തുന്നതും ഭാരപ്പെടുത്തുന്നതല്ല, സമാധാനമുള്ള കാര്യമാ പറയുന്നതെന്ന് ഇവർ വരുത്തി തീർക്കുകയാണ്. അതിന് ഇവര് പ്രതീക്ഷ കൊടുക്കുക. എന്താ പ്രതീക്ഷ കൊടുക്കുന്നത്? നാളെ ലോട്ടറി കച്ചവടക്കാർ പറയുന്ന പോലെ നാളെയാണ് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് വർഷം കുറയായി, 10-22 വർഷമായി. ഇതുവരെ ആർക്കും മനസ്സിലാകും നാളെയാണ്, ഇന്നാണെന്നും പറയുന്നുണ്ട്. നാളെയാണ് അല്ലേ? ലോട്ടറി വിൽക്കുന്നവരുടെ കാര്യം പറയുന്നത് അല്ലേ? അവിടെ പറയുന്നത് തന്നെ നാളെയാണ്. അപ്പൊ അവര് പറയുന്നത് നാളെ നിനക്ക് വഴി തുറക്കാൻ പോകും, നാളെ വലിയൊരു പ്രവൃത്തി ഉണ്ട്. ഇന്ന് മകനെ ഇന്ന്. അപ്പൊ ഇന്നലെ ഒന്നും നടന്നില്ല, അതിനു മുമ്പ് അന്നൊന്നും നടന്നില്ല. അതുപോലെയല്ലേ ഇന്നുള്ളൂ. എന്താ വിഷയം? ഇതാണ് വിഷയം. ലോകവും ലോകത്തിലുള്ളതിനെ വായിച്ചൊന്നുകൂടെ വായിച്ച വാക്യം വളരെ സ്ട്രെസ് ചെയ്യുന്നു. കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിൽ നിന്നുള്ളതെല്ലാം മനസ്സിലാക്കണം. ഇവര് പ്രസംഗിക്കുന്ന സ്വർഗത്തിലെ പിതാവ് നിനക്കിതൊക്കെയും തരുന്നു. അപ്പൊ ചോദിക്കുന്നു സ്വർഗത്തിലെ പിതാവിൽ നിന്നല്ലെന്നല്ലേ പറഞ്ഞേക്കുന്നത്? വായിച്ചു, തുറന്നു വായിച്ചോ. എന്റെ ഭാര്യ കൂടെ എടുക്കാം. ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അപ്പോ ഒരു കാര്യം ഞാൻ പറയാം. ഉയരത്തിലെ പിതാവിൽ നിന്നല്ലെന്ന് പറയുമ്പോ ഉയരത്തിലെ പിന്നെ എന്നതാ ഉള്ളത്? അവിടെ എന്നതാ ഇരിക്കുന്നത്? ഇവർ ഈ ഉയരത്തിലെ പിതാവുണ്ട്, പിതാവെന്ന് പറഞ്ഞ ഇവർ ഈ പറയുന്ന മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നവർക്ക് ഉയരത്തിലൊരു പിതാവുണ്ടെന്ന് ഇവർ പറഞ്ഞ കാര്യം. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് യഹൂദന്മാരെല്ലാം പറഞ്ഞു. അപ്പൊ പറഞ്ഞ അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്നെ കൊല്ലുവാൻ നോക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പോഷ്ക് എന്റെ അപ്പനുമാകുന്നു എന്ന് പറയുന്നു. ആ അപ്പൻ ഏതാണെന്ന് അറിയണ്ടേ? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം. ഹല്ലേലൂയ. അതിന് 7, 8, 9 വാക്യം ഒന്ന് വായിച്ചേ. 12-ന്റെ 7, 8, 9 വാക്യം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7, 8, 9. കിട്ടിയൊരു വായിച്ചോ? വേഗം വായിക്ക്.
പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായപ്പോ ഉയരത്തിലെ ഇവരുടെ പിതാവ് ഏതാ? ഈ മഹാസർപ്പത്തെയാണ്. ഈ പിശാച് എവിടെ ഇരിക്കുന്നേ? അത് സ്വർഗത്തിൽ ഇരുന്നോണ്ട് താഴെ ഇരിക്കുന്ന ഈ വലിയ പിശാച് ചെറിയ കുട്ടി പിശാചുക്കളെ ഭൂമിയിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ വലിയ പിശാച്, ഈ മഹാസർപ്പം, ഈ മഹാസർപ്പം അവിടെ ഇരുന്നുകൊണ്ട് മറ്റുള്ള ശക്തികളെ, ഭൂമിയിൽ ഇരിക്കുന്ന മറ്റു ശക്തികളെ കൺട്രോൾ ചെയ്യുകയാണ്. വായിച്ചേ. കണ്ടോ, അവന്റെ ദൂതന്മാർ, ദൈവത്തിന്റെ ദൂതനാകുന്ന സ്വതം മീഖായേല് സ്വതം അവിടെ യുദ്ധത്തിനായിട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും മീഖായേൽ അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തന്റെ ദൂതന്മാരുമായിട്ട് മഹാസർപ്പവും പടകൊണ്ട് തിരിച്ച് പണി. നമ്മൾ ചിന്തിക്കുന്നത് ശ്രദ്ധിച്ചേ, സ്വതം ദൈവത്തിന്റെ ദൂതന് നേരെ വാളോങ്ങുന്ന പൈശാചിക ശക്തിയാണ് സ്വർഗത്തിൽ കിടക്കുന്നത്. അങ്ങോട്ട് നോക്കിയിട്ട് ഈ ലോകവും ഇതിന്റെ മോഹവും നിലനിൽക്കും ഇവിടുത്തെ വ്യാജം പ്രസംഗിക്കുന്നവരുടെ നാവിൽ കൊടുക്കുന്ന പോഷ്കിന്റെ അപ്പൻ പറയുന്നത് ചെയ്യുന്നു. ശ്രദ്ധിച്ചോ, ഇതാണ് മനസ്സിലാക്കി. ഈ സ്വത്രം പഴയ പാമ്പാകുന്ന മഹാസർപ്പം, ഈ മഹാസർപ്പം സ്വർഗത്തിൽ ഇരുന്നു കൊണ്ടാണെന്ന് ഓർക്കണം. സ്വന്തം ഇനി അവിടെ അവനെ ഇരുത്താൻ പറ്റത്തില്ല. കാര്യം ഈ രംഗം എന്താണെന്നറിയാമോ? ദൈവസഭ സ്വർഗത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ദൈവസഭ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ, വിശുദ്ധന്മാർ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ വഴി ഒരുക്കപ്പെടണം. ഈ വഴിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന മഹാസർപ്പത്തെയും അവന്റെ സൈന്യത്തെയും അവിടെ നിന്ന് നീക്കിക്കളയണം. കാര്യം ഇവന്റെ വഞ്ചനയാൽ വഞ്ചിക്കപ്പെട്ടവരാണ് മനുഷ്യര്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ മനുഷ്യരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വരുന്ന മനുഷ്യാത്മാക്കളാൽ തേജസ്കരിക്കപ്പെട്ട ദൈവമക്കൾ സ്വതന്ത്രം അവിടെ ചെല്ലുന്ന മനുഷ്യരായിട്ടല്ല, നമ്മൾ ചെല്ലുന്ന ദൈവമക്കളായിട്ടാണ് ചെല്ലുന്നത്. തേജസ്കരണം പ്രാപിച്ച് പുത്രൻ ഞാനിരിക്കുന്നിടത്ത് സ്വതന്ത്രം യേശുവിന്റെ രക്തത്തിൽ കഴുകപ്പെട്ടവർ ഇരിക്കേണ്ടതിന് അത്ര ഭാഗ്യകരമായ ഒരു പദവിയിലേക്കാണ് വരുന്നത്. അപ്പൊ ദൈവസഭ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ നമ്മെ ഇതുവരെ വഞ്ചിച്ചവനെ അവിടെ നിന്ന് തള്ളിക്കളയണം. അവനെ എങ്ങോട്ട് തള്ളിക്കളയണം? താഴോട്ട് തള്ളിക്കളയണം. അവനെ താഴോട്ട് തള്ളിക്കളയൂ എന്നുള്ളത് ഇവന് മുന്നമേ അറിയാം. തള്ളിക്കളഞ്ഞു. കണ്ട, അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. സ്തോത്രം. അത്രേ ഉള്ളൂ. സ്തോത്രം. അതിന്റെ അങ്ങനെ അത് ഇടയ്ക്ക് 8-ാം വാക്യം വായിച്ചേ, 8-9. അങ്ങനെ പൂർണ്ണമായിട്ട് ഇതുണ്ട്. ഇത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ തെറ്റിച്ച് പറയേണ്ടത് നമ്മൾ പറയാതെ പിശാച് തന്ത്രം ഉപയോഗിക്കും. വായിച്ചേ. കണ്ടോ, സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടില്ല. ഇത് പറയാനാണ് ആദ്യം വന്നത്. ശ്രദ്ധിക്കണേ. സ്വതം പിശാച് പല വഴി കൂടെ വരും. സ്വതം സ്വർഗത്തിൽ പിന്നെ അവന്റെ സ്ഥലം കണ്ടില്ല. മനസ്സിലാക്കണം. അപ്പൊ അവനാണ് ഇന്ന് ഇരുന്നു കൊണ്ട് സഭയ്ക്കകത്തും അവന്റെ ഏജന്റുകളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് സ്വതന്ത്രം നാളെ നിന്നെ ഇവിടെ ഉയർത്താൻ പോവുകയാണ്, നീ ഉയരാൻ പോവുകയാണ്, നീ വളരാൻ പോവുകയാണ്, സകല നന്മ കിട്ടാൻ പോവുകയാണ്, ഉയരത്തിലെ പിതാവ് നിനക്കൊക്കെ തരുന്നവനാണ്, അല്ലാതെ തരാതിരിക്കുന്നവനല്ല. എന്നാൽ ഇതല്ല ഉയരത്തിലുള്ളത് മാത്രമുള്ളെന്ന് പറഞ്ഞ് ചിലർ നിൽപ്പുണ്ടെന്ന് പറഞ്ഞ് ജനത്തെ ദ്രവ്യാഗ്രഹികളായി തീർക്കുന്നു. സ്വതന്ത്രം ജഡമോഹികളാക്കി തീർക്കുന്നു. കൺമോഹത്തിൽ കുടുക്കപ്പെട്ടവരായി തീരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് സഭയ്ക്കകത്ത് ശത്രു സ്തോത്രം തെറ്റായ വിധത്തിൽ കള വിതച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആമേൻ. അവിടെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താണ്? സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടില്ല. അടുത്ത വാക്യം. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന. കണ്ടോ, ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുക. ഇവൻ മുകളിൽ ഇരുന്നുകൊണ്ട് പോഷ്ക് അയക്കുകയാണ്, പോഷ്ക് കൊടുക്കുകയാണ്. ആരുടെ വായിലേക്ക്? അവന്റെ വായിലേക്ക്. തെറ്റായ വഴി പോകുന്നവന്റെ വായിലേക്ക് പോഷ്ക് കൊടുക്കുകയാണ്. അത് ഈ വെളിപ്പാട് ദിവസം മാറ്റാതെ തന്നെ നമുക്ക് തെസ്സലോനിക്കരുടെ ലേഖനത്തില് നമ്മൾ വായിച്ച 2:10 വായിക്കാം. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായിക തന്നെ അങ്ങനെ ഭവിക്കും. എന്താ ഭവിക്കുന്നത്? അടുത്തത്, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്ക് ന്യായവിധി വരേണ്ടതിന്. ശ്രദ്ധിക്കണം, ഇത് സഭയ്ക്കകത്തുള്ള കാര്യമാണ്. ഇവർ രക്ഷിക്കപ്പെടാത്തവർ, നമ്മുടെ കുറിവാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ എന്ത് സംഭവിച്ചേ? അതായത് രക്ഷിക്കപ്പെടുവാൻ മനസ്സില്ലാത്തവർ എവിടെ ഇരിക്കുക? സഭയ്ക്കകത്ത് ഇരിക്കുക. അവരുടെ മേൽ ന്യായവിധി വേണം. എങ്ങനെ പറയേണ്ടത്? ദൈവം അവർക്ക് പോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുകയാണ്. ആരയക്കുന്നത്? ദൈവം തന്നെ അയക്കുകയാണ്. അപ്പോൾ ചിന്തിക്കും ദൈവം. അപ്പൊ അവര് പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ വിടുതലുന്നു. ബ്രദറെ, ദൈവത്താൽ അല്ലെന്നാണോ പറയുന്നത്? ദൈവത്താൽ അല്ലെന്ന് തന്നെയാ പറയുന്നത്.
അങ്ങനെ പ്രാർത്ഥിച്ചാൽ വിടുതലോ അത്ഭുതമോ അടയാളോ നടക്കുന്നതല്ല വിഷയം. ഇവൻ പ്രസംഗിക്കുന്നത് എന്താണെന്നുള്ളതാണ് വിഷയം. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കുക, ദൈവ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായെങ്കിൽ, ആ വാക്ക് ശ്രദ്ധിക്കണം, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവർക്ക്, ഈ അനീതി എന്താണ്? ഈ മുകളിൽ കിടക്കുന്ന മഹാസർപ്പത്തിന്റെ വാക്ക് കേൾക്കുന്നവരുണ്ട്. അവരുടെ വാക്ക്, മഹാസർപ്പത്തിന്റെ വാക്ക് കേൾക്കുന്നവർ, അവരുടെ ഏജന്റുകൾ സഭയ്ക്കകത്തിരുന്നുകൊണ്ട് ലോക സ്നേഹം വിളമ്പുമ്പോൾ അതിന് ചെവി കൊടുക്കുന്നവർ രക്ഷിക്കപ്പെടരുതെന്ന് സ്വർഗത്തിലെ പിതാവിന് പദ്ധതിയുണ്ട്. അവരുടെ മേൽ ന്യായവിധി വരണം. ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഒത്തിരി പേര് അനുഗ്രഹിച്ച് കേൾക്കാം. ഇന്ന് രാവിലെയൊക്കെ കണ്ട വലിയ മീറ്റിംഗ് നടക്കുകയാണ്. എത്ര പേരാണെന്നറിയോ? ഇറങ്ങിയ ദേവദാസ് പറയും, മകനെ നിന്നെ ഇന്ന് അനുഗ്രഹിക്കുക, നിന്റെ അവസ്ഥ ഇന്നും മാറുകയാണ്. ഇതിപ്പം പറയാൻ തുടങ്ങിയിട്ട് വർഷം 10-30 കഴിഞ്ഞു. അവൻ വലിയതായി. ഇരിക്കുന്ന വിശ്വാസിക്ക് ഒരിക്കലും ഗതിയില്ല. എന്താ കാര്യം? ഈ പോഷ്ക വിളമ്പുന്നത്. ഇത് കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട്, ഇരിക്കുന്ന ഇടത്ത് പ്രത്യേക ഒരു അനുഭവമുണ്ട്. പക്ഷെ അത് ദൈവത്തിൽ നിന്നല്ല. ഈ വ്യാജം തിരിച്ചറിയാതെ പോകരുത്. എന്താണ് അവിടെ? അതെന്താ കാരണം? ഇത് സംഭവിക്കാൻ കാരണം എന്താണ്? സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന്. ആമേൻ. ദൈവം അവർക്ക് പോഷ്ക്ക് വിശ്വസിക്കുമാണ്. വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഈ വ്യാജത്തിന്റെ വ്യാപാര ശക്തി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിന്റെ 9-ാം വാക്യം, സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും. അത്ഭുത അടയാളവും പരിശുദ്ധാത്മാവ് ഉള്ളതിന്റെ അടയാളമല്ല. അത്ഭുത അടയാളവും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന്റെ അടയാളം അല്ല. പരിശുദ്ധാത്മാവ് ഒരുവനിലേക്ക് വന്നാൽ മനസ്സിലാക്കണം, ദൈവരാജ്യം വെളിപ്പെടുത്തും. ഇവർക്ക്, ഇങ്ങനെയുള്ളവർക്ക് ദൈവവചനം കേൾക്കുന്നത് ഭയങ്കര എതിർപ്പാണ്. അവർ പറയുന്നത് നിങ്ങൾ ഈ വചനം മാത്രമേ, വേറെ ഗുണമില്ലെന്ന് അവർ പറയുന്നത്. ഇവര് പറയുന്ന ഗുണം, കൈവെക്കുമ്പോൾ അത്ഭുതം നടക്കണം, ചത്ത പോലെ മറിഞ്ഞു വീഴണം. കൈവെച്ചാൽ സുബോധം പോലെ വീഴുന്നതല്ല അഭിഷേകം. സുബോധത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അത് വരുമ്പോൾ നിനക്ക് സുബോധത്തിൽ തികഞ്ഞ്, പരിജ്ഞാനത്തിൽ വിവേകത്തിൽ നീ തികഞ്ഞു വരണം. അല്ല ചത്ത പോലെ മറിഞ്ഞു വീഴുന്നത് പരിശുദ്ധാത്മാവല്ല. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ വചനങ്ങളെ നമ്മൾ ആഴത്തിൽ നമ്മൾ ഗ്രഹിക്കുകയും തിരിച്ചറിയുകയും ചെയ്യണം. നമ്മൾ ഒരു വാക്യം വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വെളിപ്പാട് ദിവസം നമ്മൾ എടുക്കാൻ പ്രസംഗിക്കണമെന്ന് വിചാരിച്ച വിഷയമാണ്. പക്ഷെ അത് പ്രസംഗിക്കാൻ പറ്റിയില്ല, സമയമില്ല. പക്ഷെ നമ്മൾ ആ വാക്യം വായിച്ച് മാത്രം ഇന്ന് സങ്കീർത്തനം പ്രബോധിപ്പിച്ചപ്പോഴും ആ വാക്യം കയറി വന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 9-ാം വാക്യം. അല്ലെങ്കിൽ ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും ഞങ്ങൾ യഹൂദന്മാർ എന്ന് പറയുന്നുവെങ്കിൽ യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിക്കുവാനുള്ളത് പേടിക്കേണ്ട. നമുക്കിത് പറയുവാനുള്ള ഒറ്റ കാര്യമുള്ളൂ. നമുക്ക് സഹിപ്പാൻ പലതും കാണും, പക്ഷെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അടുത്തത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. എന്തുകൊണ്ടാണ്? ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മളിവിടെ കണ്ടില്ല മഹാസർപ്പത്തെ? അവന്റെ മുമ്പിൽ കൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവർ ആരാന്ന് സ്വർഗം തീരുമാനിച്ചിട്ടുണ്ട്. അവരെ നീ വേണേ പരീക്ഷിച്ചു നോക്കിക്കോ. അവർ ദൈവരാജ്യത്തിൽ കയറും. കാര്യം അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനമുണ്ടെന്ന് സ്വർഗീയ പിതാവ് പുത്രനാകുന്ന യേശുക്രിസ്തു പറയുമ്പോൾ സാത്താൻ ഇറങ്ങി വന്ന് അങ്ങനെ തന്നെ ആണെന്ന് പരീക്ഷിക്കുന്ന ഓരോ ദിവസങ്ങളാണ് നമ്മുടെ ഓരോ ജീവിതത്തിൽ നിന്ന് കടന്നു വരുന്നത്. ഈ പരീക്ഷിച്ച് നമ്മളെ കർത്താവ്, നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ, ജയിക്കുന്നവർ മാത്രമേ ദൈവരാജ്യത്തിൽ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് അനേകർക്ക് പൈശാചിക പോരാട്ടം ഇല്ലാത്തത്. കാര്യം പിശാചിന്റെ കാറ്റഗറിയിൽ അവരെ ശത്രുപദത്തിൽ കണ്ടിട്ടില്ല. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. നിങ്ങളെ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ഞാനൊരു കാര്യം പറയാം കേട്ടോ. ദൈവത്താൽ വന്ന പരീക്ഷയാണെങ്കിൽ അതിന് കൃത്യം സമയവും അതിന്റെ കാലയളവും ഉണ്ട്. അല്ലാതെ ആജീവനാന്തകാലം ഇങ്ങനെ പോരാട്ടം നിൽക്കത്തില്ല. ഇതിന് ദൈവത്താൽ അനുവദിക്കപ്പെട്ട പോരാട്ടമാണ് നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നെങ്കിൽ അതിന് കൃത്യമായ സമയ ദൈർഘ്യം സ്വർഗം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം കഴിയുമ്പോൾ പിശാചിനോട് വിട്ടുമാറിയേ പറ്റത്തുള്ളൂ. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. അതാണ് വാക്യം വന്ന് 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം
വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആമേൻ. അപ്പോൾ നമ്മൾ വിശ്വസ്തത ആചരിക്കേണ്ടത് എന്തിനാന്ന് മനസ്സിലായോ? ഈ പോരാട്ടം വരുമ്പോഴാണ് നമ്മൾ വിശ്വസ്തരായിരിക്കേണ്ടത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ദൈവകൃപയാൽ നിറയണം, നമ്മുടെ മനസ്സ് ദൈവകൃപയാൽ നിറയണം, ദൈവ സന്നിധിയിലേക്ക് നമ്മൾ തിരിക്കണം, ദൈവവചനത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കപ്പെടണം. നമ്മൾ അങ്ങനെ ശത്രുവാകുന്ന പിശാചിനെ ജയിക്കുന്നവർക്ക് അവർ മാത്രമാണ് വിശ്വസ്തരായിരിക്കുന്നുള്ളൂ. അവർ മരണപര്യന്തം ഇതുപോലെ വിശ്വസ്തരായിരുന്നാൽ മാത്രമേ അവർ ജീവകിരീടം പ്രാപിക്കത്തുള്ളൂ. നമ്മുടെ വിശുദ്ധ കാര്യങ്ങൾ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസ്ഥൻ നമ്മുടെ കണ്ണുകളെ നമുക്ക് മൂടാം. ഓ ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എത്രയോ നല്ല നന്മകൾ, എത്രയോ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വർഗം ചെയ്തിട്ടുണ്ട്. ഇന്ന് പകരം കർത്താവേ, നിന്റെ